സ്തോത്രം. വേണ്ടിവരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നല്ല നാമം ഈ നല്ല സമയം നമ്മുടെ മധ്യ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി ഒരുമിച്ച് നല്ല കർത്താവിനെ സ്തുതിക്കുവാൻ, ആ കർത്താവിൻ്റെ സന്നിധിയിൽ ചേർന്നായിരിക്കുവാൻ സർവശക്തനും വിശ്വസ്തനും കാരുണ്യവാനുമായ ദൈവം നമുക്കൊരുക്കി തന്ന വിലയേറിയ നല്ല അവസരത്തിനായി ഒരുമിച്ച് നല്ല കർത്താവിനെ സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. ഒരുമിച്ച് ആ നല്ല കർത്താവിനെ ഈ നല്ല പകലിൽ സന്തോഷിക്കുന്നവർ, ഉള്ളം കൊണ്ട് സന്തോഷിക്കുന്നവർ, ശരീരത്തിൽ ആ സന്തോഷം അനുഭവിക്കുവാൻ കഴിയുന്നവർ, മനസ്സിൽ ആ സന്തോഷമുള്ളവർ, നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്നവർ, ഇതിനകത്ത് ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഒരുമിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. അധരങ്ങളെ തുറന്ന് അന്യഭാഷകളിൽ, ദൂതന്മാരുടെ ഭാഷകളിൽ സർവശക്തനായ ദൈവത്തോട് നന്ദി കരയറ്റിയാട്ടെ. കരങ്ങളെ തട്ടി ആരാധന നൽകിയാട്ടെ. നന്ദി യേശുവേ, നന്ദി രാജാവേ, നന്ദി കർത്താവേ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്ന കൃപയ്ക്കായി, അങ്ങ് ഞങ്ങളെ കരുതുന്ന കൃപയ്ക്കായി, അങ്ങ് ഞങ്ങളെ ചേർത്ത് നിർത്തിയിരിക്കുന്ന കൃപയ്ക്കായി. ലോകത്തിൽ നിന്നുയരുന്ന സന്തോഷത്തിൻ്റെ ഘോഷത്തെക്കാൾ, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ദൂതന്മാരുടെ ശബ്ദത്തെക്കാൾ ഉയരത്തിൽ, ഉച്ചത്തിൽ, പെരുവെള്ളത്തിന് മുഴക്കം പോലെ ശബ്ദമുള്ളവനെ ഈ പകലിലും ഉച്ചത്തിൽ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. അന്യഭാഷകളിൽ സഭ ആരാധിച്ചു മഹത്വപ്പെടുത്തിയാട്ടെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. നന്ദി യേശുവേ, നന്ദി രാജാവേ. ഏകനായി നിന്ന് മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവരെ, കർത്താധി കർത്താവേ, രാജാധി രാജാവേ, അടുത്തുകൂടാത്ത വെളിച്ചങ്ങളിൽ വസിക്കുന്നവരെ, നീ മാത്രം അത്യുന്നതനും, നീ മാത്രം മഹോന്നതനുമായ നല്ല കർത്താവേ, ഈ നല്ല പകലിലും സ്തുതിക്കുന്നു, ഈ നല്ല പകലിലും മഹത്വപ്പെടുത്തുന്നു, ഈ നല്ല പകലിലും ആരാധിക്കുന്നു. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൂതന്മാർ നാണിക്കും വിധത്തിൽ, സ്വർഗത്തിലെ ദൂതന്മാർ അസൂയപ്പെടും വിധത്തിൽ ഈ പകലിലും അപ്പൻ്റെ മക്കൾ അപ്പനെ സ്തുതിച്ചാട്ടെ. ജീവനെ ലഭിച്ചവർ, നിത്യജീവന് ലഭിച്ചവർ, ആ ജീവന് കാരണമായ യേശുവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. നമ്മെ നിർത്തിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. നമ്മെ സ്നേഹത്താൽ മൂടി മറച്ചിരിക്കുന്ന, ചിറക് വിടർത്തി നമ്മെ സംരക്ഷിക്കുന്ന രാജാധിരാജാവിനെ, കർത്താധി കർത്താവിനെ ഈ പകലിൽ ഒരുമിച്ച് അങ്ങയുടെ സ്നേഹത്തിനായി, അങ്ങയുടെ കരുതലിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. വചനം പറയുന്നുവല്ലോ, സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതം. അതേ, നേരുള്ളവരായി നമ്മെ കണ്ടിരിക്കുന്ന, നേരുള്ളവരായി നമ്മെ തീർത്തിരിക്കുന്ന നല്ല കർത്താവിനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിച്ച് പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് നല്ല കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ ആലയത്തിനുള്ളിലായിരിക്കുന്നവർ, ലൈവിൽ ഞങ്ങളെ വീക്ഷിച്ചു കൊണ്ടായിരിക്കുന്നവർ, നിങ്ങളെ ഓർത്ത് നല്ല കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, നിങ്ങളോടുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഇന്ന് നടക്കുന്ന വിശുദ്ധ സഭാരാധനയിലേക്ക് ഹോളിനകത്തായിരിക്കുന്നവർ, ലൈവിൽ ഞങ്ങളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവർ, ഇനി ഞങ്ങൾക്കൊപ്പം ചേർന്ന് നല്ല കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ പോകുന്നവർ, നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. അതെ, ഇന്ന് ഈ സമയം, ഈ പകൽക്കാലം ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ എന്നെ ഏറെ സന്തോഷിപ്പിക്കുന്നതും ആനന്ദിപ്പിക്കുന്നതും ദൈവം ഒരു ഭക്തന് നൽകുന്ന സമാധാനത്തിൻ്റെ സമൃദ്ധി തന്നെയാണ്. ദൈവം ഒരു ഭക്തന് നൽകുന്ന സന്തോഷത്തിൻ്റെ സമൃദ്ധി തന്നെയാണ്. മലയാളികളായിരിക്കുന്ന നമ്മൾ യാത്ര ചെയ്താണ് ഇന്ന് ആലയത്തിലേക്ക് കടന്നു വന്നതെങ്കിൽ, നമുക്ക് ചുറ്റുമുള്ളവരിലേക്ക് നോക്കുമെങ്കിൽ ലോകം അല്ല, മലയാളികൾ ഒരു ഓട്ടപ്പാച്ചിലാണ്, വേഗത്തിൽ ഓടുന്നുണ്ട്. എന്തിനു വേണ്ടി? സന്തോഷിക്കുവാൻ വേണ്ടി, സന്തോഷം കണ്ടെത്തുവാൻ വേണ്ടി, ആനന്ദിക്കുവാൻ വേണ്ടി വേഗത്തിലോടുന്നവർ, ഓട്ടപ്പാച്ചിൽ നടത്തുന്നവർ, അവരുടെ മധ്യത്തിൽ അതേ സമാധാനത്തോടെ, സാവധാനത്തോടെ ഇരുന്ന് ദൈവികമായ സന്തോഷം അനുഭവിക്കുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. മറ്റൊരു ഓണക്കാലത്ത് നമ്മൾ ആയിരിക്കുന്നു. ആമേൻ, സ്തോത്രം. എനിക്കൊരു മടിയുമില്ല. എല്ലാവരും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടേതുമായ ഓണം അനുഭവിച്ച്, ആ ഓണത്തിൻ്റെ സന്തോഷങ്ങൾ അക്ഷരികമായല്ല ആത്മീയമായും നിങ്ങൾ അനുഭവിച്ച് ആയിരുന്നാട്ടെ. നിശ്ചയമായും ഞാൻ പ്രാർത്ഥിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന, കേൾക്കുന്ന സന്തോഷങ്ങൾക്കപ്പുറമായി നിത്യമായ ആനന്ദവും സന്തോഷവും ഉണ്ടാകുവാനായി. അതെ, ഇന്ന് നിങ്ങൾക്ക് മുൻപിലായിരിക്കുമ്പോൾ യാത്ര ചെയ്തു വരുന്ന വഴിയൊക്കെ ഒത്തിരി പേരുടെ മുഖങ്ങളിൽ സന്തോഷങ്ങൾ കാണുകയുണ്ടായി. ഒത്തിരി പേർ കൂട്ടം കൂടി നിന്ന് സന്തോഷിക്കുന്നത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ആമേൻ. ആ സന്തോഷത്തിനൊപ്പം പങ്കുചേരുവാൻ കഴിയും
കഴിയാത്തതിൽ ഒരുപക്ഷേ ഇന്ന് വിശ്വാസികളായിരിക്കുന്ന ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന പലർക്കും വിഷമമുണ്ടായേക്കാം. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായി ചിന്തിച്ചേക്കാം, ഈ മനുഷ്യനും വിഷമമുണ്ടോ? എനിക്ക് വിഷമമല്ല, എനിക്ക് സന്തോഷമാണ് തോന്നിയത്. കാരണം ഈ പറഞ്ഞ ആർഭാടങ്ങളൊന്നുമില്ലാത്ത പല ഓണക്കാലങ്ങളും ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നു. നല്ല ആഹാരമില്ലാത്ത, നല്ല ഭക്ഷണമില്ലാത്ത, നല്ല സന്തോഷങ്ങളില്ലാത്ത കുട്ടിക്കാലം. അത് കഴിഞ്ഞ് കയ്യിൽ ധാരാളം പണമുള്ളപ്പോൾ സന്തോഷം എങ്ങനെയും അനുഭവിക്കുവാൻ കഴിയുന്ന സമയം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ അത് നേരാവണ്ണം പ്രയോജനപ്പെടുത്തുവാൻ കഴിയാതെ സന്തോഷമെന്ന് കരുതി ദുഃഖത്തെ ചേർത്ത് പിടിച്ച് ഒപ്പമുള്ളവർ സന്തോഷിക്കേണ്ട സമയത്ത് അവരുടെ സന്തോഷത്തെ തല്ലിക്കെടുത്തിയ നാളുകൾ. ഇങ്ങനെയുള്ള രണ്ട് കാലഘട്ടങ്ങൾക്കപ്പുറം ഇതൊരു മൂന്നാമത്തെ കാലഘട്ടം എന്ന് പറയുവാൻ കഴിയും. ഇവിടെ ആമേൻ സന്തോഷത്തിനും പഞ്ഞമില്ല. ഇവിടെ ആമേൻ സ്തോത്രം ദുഃഖം കടന്നു വരുന്ന സന്തോഷം കൂടെയില്ല. ഇവിടെ ദാരിദ്ര്യമില്ല, ഇവിടെ ഞെരുക്കമില്ല. എൻ്റെ യേശുവിനൊപ്പം ചേർന്ന നാൾ മുതൽ ഒന്നിനും കുറവില്ലാതെ എൻ്റെ അപ്പൻ നടത്തുന്നുണ്ട്. ആമേൻ സ്തോത്രം. ദരിദ്രനായി തീരുവാൻ ആമേൻ എന്തിനെങ്കിലും വേണ്ടി ആഗ്രഹിച്ചു കൈനീട്ടി യാചിച്ചായിരിക്കുവാൻ അനുവദിക്കാത്ത നല്ലൊരു ഓണക്കാലം തന്ന നമ്മുടെ കർത്താവ് എത്ര വലിയവനാ. ആമേൻ ഹല്ലേലൂയ. ലോകം പ്രതീക്ഷിച്ച് നടക്കുന്നത്, ലോകം കൊതിച്ചു നടക്കുന്നത് തൻ്റെ ഭക്തന് നൽകുന്ന ദൈവം എത്ര വലിയവനാ. ആമേൻ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. സന്തോഷിക്കുവാനുള്ളത് കർത്താവ് തന്നു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് സന്തോഷിക്കുവാനുള്ളത് എൻ്റെ ദൈവം തന്നു എന്ന് തിരിച്ചറിയുന്നവർ ഒരുമിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ശബ്ദമുയർത്തി ഒരിക്കൽ കൂടി ഉച്ചത്തിൽ നല്ല കർത്താവിന് താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. അതേ പ്രിയരെ, സന്തോഷിക്കുവാനുള്ളത് നല്ല കർത്താവ് തന്നിരിക്കുന്നു. വേഗത്തിൽ ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 35-ാം അധ്യായം 1-2 വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഞാൻ വായിക്കട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 35-ാം അധ്യായം 1-2 വാക്യങ്ങൾ. മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും, നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോലെ പൂക്കും. അത് മനോഹരമായി പൂത്ത് ഉല്ലാസത്തോടും ഘോഷത്തോടും കൂടെ ഉല്ലസിക്കും. ലബനോന്റെ മഹത്വവും കർമ്മേലിൻ്റെയും ഷാരോൻ്റെയും ശോഭയും അതിന് കൊടുക്കപ്പെടും. അവർ യഹോവയുടെ മഹത്വവും നമ്മുടെ ദൈവത്തിൻ്റെ തേജസ്സും കാണും. ഒരു നിമിഷം കൂടെ കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹീതമായിരിക്കുന്ന നല്ലൊരു വിശുദ്ധ ഞായറാഴ്ചയുടെ പകൽക്കാലം സർവശക്തനെ അങ്ങ് ഞങ്ങൾക്കൊരുക്കി തന്ന വലിയ കൃപയ്ക്കായി ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവേ, അടിയൻ ഇന്നലകളിലേക്ക് നോക്കി പരാജിതനായി തളർന്നവനായി സ്വയം വേദനിപ്പിച്ച് മറ്റുള്ളവർക്ക് വേദന സമ്മാനിച്ച് ജീവിച്ച ആ നശിച്ച കാലത്തിൽ നിന്ന് അപ്പോൾ സ്വയം സന്തോഷിക്കുവാൻ, സൃഷ്ടാവായ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ, ഒപ്പമുള്ളവർക്ക് പ്രതീക്ഷയായിരിക്കുവാൻ തക്കവണ്ണം അടിയൻ്റെ ജീവിതത്തെ ശേഷിപ്പിച്ച കർത്താവേ, അടിയനങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, ഈ സ്വർഗീയ സന്തോഷത്തിനായി അടിയനങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്ന കർത്താവേ. അങ്ങയുടെ വചനം പോലെ ദൈവികമായ അനുഭവങ്ങളും അനുഗ്രഹങ്ങളും പിന്നെയും പ്രാപിച്ച് ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ ആയിരിക്കുവാൻ സ്വർഗം എനിക്കൊപ്പമായിരിക്കുന്ന സകല ജനത്തെയും അങ്ങ് സഹായിക്കണമേ കർത്താവേ. ഈ ആഴ്ച ഏറ്റവും ശ്രേഷ്ഠകരമായത് പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ നൽകി സ്വർഗമങ്ങ് മാനിച്ച് അനുഗ്രഹിച്ചാട്ടെ. വചനത്തിന് മുമ്പിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. അങ്ങയുടെ വചനം ഭക്തലക്ഷങ്ങളെ ആനന്ദിപ്പിക്കുന്നത് പോലെ ഞങ്ങളെയും ആനന്ദിപ്പിക്കട്ടെ. അങ്ങയുടെ വചനം അനേകായിരങ്ങളെ സന്തോഷിപ്പിക്കുന്നത് പോലെ ഞങ്ങളെയും സന്തോഷിപ്പിക്കട്ടെ. അങ്ങയുടെ വചനം അനേകായിരങ്ങളെ ശക്തീകരിക്കുന്നത് പോലെ ഈ നല്ല പകലിൽ ഞങ്ങളെയും ശക്തീകരിക്കട്ടെ. അങ്ങ് ഞങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങി വന്നിരിക്കുന്ന കൃപയ്ക്കായി നന്ദി കർത്താവേ. ആമേൻ. സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 35-ാം അധ്യായം 1-2 വാക്യങ്ങൾ സ്തോത്രം ദൈവകൃപയാൽ നാം വായിച്ചു. ആ ഭാഗത്തിന് ഇങ്ങനെ ഒരു ടൈറ്റിൽ കൊടുത്ത് അല്പമായി ധ്യാനിച്ച് മുൻപോട്ട് പോകുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. യേശുവിനോട് കൂടെ. ആമേൻ. പാട്ടുകാരൻ പാടിയിട്ടുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. ദിനവും യേശുവിനോട് കൂടെ. ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ സന്തോഷമുള്ളപ്പോഴും യേശുവിനോട് കൂടെ, ദുഃഖമുള്ളപ്പോഴും യേശുവിനോട് കൂടെ, കണ്ണുനീരുള്ളപ്പോഴും യേശുവിനോട് കൂടെ, വേദനയുള്ളപ്പോഴും യേശുവിനോട് കൂടെ, എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചായിരിക്കുമ്പോഴും യേശുവിനോട് കൂടെ. എന്നെ കേൾക്കുന്ന പ്രിയരെ, നാം ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ള ദേഹിയായി ശേഷിച്ചിരിക്കുന്നുവെങ്കിൽ അവസാനത്തോളം എല്ലാ നാളും എല്ലായ്പ്പോഴും കൂടെ ഇരിക്കുവാനുള്ളത് യേശുവിനോടൊപ്പം അത്രേ. കാരണം അവൻ മാത്രമാണ് വാഗ്ദത്തം ചെയ്തത്, ലോകാവസാനത്തോളം ഞാൻ എല്ലാ നാളും നിങ്ങളോട് കൂടിയിരിക്കും. അവൻ മാത്രമാണ് നമ്മുടെ കഷ്ടതയുടെ മധ്യത്തിൽ നമ്മോട് കൂടിയിരിക്കുന്നത്. അവൻ മാത്രമാണ് നമ്മുടെ വേദനയുടെ മധ്യത്തിൽ നമ്മോട് കൂടിയിരിക്കുന്നത്. അതെ, നമ്മുടെ കർത്താവ് മാത്രമാണ്
മാത്രമാണ് അസൂയ കൂടാതെ നമ്മുടെ സന്തോഷങ്ങൾക്കൊപ്പം ചേർന്ന് നമ്മെ സന്തോഷിപ്പിക്കുന്നത്. അതേ നമ്മുടെ നല്ല കർത്താവ് മാത്രമാണ് വീഴ്ചയിൽ നമ്മെ താങ്ങുന്നത്. അതേ നല്ല കർത്താവ് മാത്രമാണ് നമ്മെ മെല്ലെ നടത്തുന്നതും നമ്മെ മാറോട് ചേർത്ത് വഴി നടത്തുന്നതും. ആ കർത്താവിനോട് കൂടെ സാഹചര്യം ഏതായിരുന്നാലും അവസ്ഥ ഏതായിരുന്നാലും അതേ ആ നല്ല കർത്താവിനോട് കൂടെ ആയിരിക്കുവാൻ, ആ നല്ല കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ശ്രേഷ്ഠകരമായ അനുഭവത്തെ നമുക്ക് ഒരുക്കിയിരിക്കുന്നു. നോക്കൂ, വിശുദ്ധ വേദപുസ്തകം നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് സുവിശേഷങ്ങൾ പരിശോധിച്ചാൽ, ഞാൻ ഈ പറഞ്ഞതുപോലെ ദിനവും യേശുവിനൊപ്പമായിരിക്കുന്ന അനേക ഭക്ത ലക്ഷങ്ങളെ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. മീൻസ് സന്തോഷത്തിൽ യേശുവിൻ ഒപ്പമായിരിക്കുന്നവരുടെ കൂട്ടം. ഖാനാവിലെ കല്യാണ വീട്ടിൽ സന്തോഷത്തിലാണ് ഒരു വലിയ കൂട്ടം യേശുവിനൊപ്പമായിരുന്നത്. സന്തോഷമുള്ള സ്ഥലത്തും അവർ യേശുവിനൊരു സ്ഥാനം കൊടുത്തു. ഫലമോ ദുഃഖം കടന്നു വരാതെ യേശു ആ ദുഃഖത്തെ തടുത്ത് നിർത്തി. ആമേൻ. നിങ്ങളുടെ സന്തോഷത്തിന്റെ സമയങ്ങളിൽ ആ സന്തോഷത്തിനൊപ്പം നിങ്ങൾ യേശുവിനെ കൂട്ടുപിടിക്കുമെങ്കിൽ, ആ സന്തോഷത്തിന്റെ അനുഭവത്തിനകത്ത് നിങ്ങൾ യേശുവിനൊരു സ്ഥാനം കൊടുക്കുമെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയരെ, ആ ദുഃഖം ആമേൻ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരാതെ, ആ സന്തോഷം നഷ്ടപ്പെട്ടു പോകാതെ, ആ സന്തോഷത്തിനൊരു കുറവ് വരാതെ, ഇന്ന് എന്നെ കേൾക്കുന്ന ചിലരോട് പറയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിവിധത്തിൽ പറയുന്നു, നിന്റെ സന്തോഷത്തിന്റെ സമയത്ത്, നല്ലതായി എല്ലാം പോകുന്ന സമയത്ത് കുഴപ്പമില്ല, എല്ലാം കൊള്ളാം, ഇങ്ങനെ തന്നെ പോകട്ടെ എന്ന് നീ പറയുന്ന സമയത്ത് എന്റെ യേശുവിനെ നിനക്കൊപ്പം കൂട്ടുവാൻ നീ തയ്യാറാണോ? കടന്നു വരുന്ന പടി കടന്നു വരുന്ന ദുഃഖത്തിൽ നീ വീണു പോകുവാൻ, പടി കടന്നു വരുന്ന ഇല്ലായ്മയിൽ ഞെരുക്കത്തിൽ നീ വീണു പോകുവാൻ എന്റെ ദൈവം അനുവദിക്കത്തേയില്ല. നോക്കൂ, വേണമെങ്കിൽ അവർക്ക് യേശുവിനെ ഒഴിവാക്കാമായിരുന്നു. കല്യാണ വീടാണല്ലോ, അവിടെ ഒത്തിരി ആൾക്കാർ വരും, പല പല കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർ വരും, പല പല സോഷ്യൽ സ്റ്റാറ്റസുകൾ അലങ്കരിക്കുന്ന ആൾക്കാർ വരും, പല പല ആമേൻ ക്വാളിഫിക്കേഷൻസ് ഉള്ള ആൾക്കാർ വരും. ആമേൻ. അന്നത്തെ കാലത്ത് ഒരുപക്ഷെ രാജാക്കന്മാർ വരും, ആമേൻ, രാജഭൃത്യന്മാർ വരും, പ്രമാണിമാർ വരും, പേര് പെരുമ പ്രശസ്തി ഉള്ളവരൊക്കെ വരും. അപ്പോൾ വേണമെങ്കിൽ ഒരുപക്ഷെ അവർക്ക് ചിന്തിക്കാമായിരുന്നു, എന്തിനാണ് യേശു, എന്തിനാണ് ശിഷ്യന്മാർ, എന്തിനാണ് യേശുവിന്റെ അമ്മ, അവരെ മാറ്റി നിർത്തി നമുക്കങ്ങ് ആഘോഷിച്ചാൽ പോരെ. എന്നാൽ അവർ അങ്ങനെ ചിന്തിക്കാത്തത് കൊണ്ട് നമുക്ക് പറഞ്ഞ് കർത്താവിനെ മഹത്വപ്പെടുത്താൻ കാനാവിലെ കല്യാണ വീട്ടിനൊരു സാക്ഷ്യമുണ്ടായി. ആമേൻ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ ചിലത് ചിന്തിക്കാതിരിക്കുന്നത് കൊണ്ടാണ്. ലോകം ചിന്തിക്കുന്നത് പോലെ നിങ്ങൾ ചിന്തിക്കാതിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തെ ലോകത്തിന്റെ സാക്ഷ്യമാക്കി എൻ്റെ ദൈവം മാറ്റും. ഒരിക്കൽ കൂടി പറയട്ടെ, ലോകം ചിന്തിക്കുന്നത് പോലെ നിങ്ങൾ ചിന്തിക്കാതിരിക്കുമ്പോൾ, ഇന്ന് ഇങ്ങോട്ട് വരുന്ന വഴിയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ആ യൗവനക്കാരായ 17-18 വയസ്സൊക്കെയുള്ള പിള്ളേർ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അവന്മാരിങ്ങനെ പുച്ഛത്തോടെയാണ് നമ്മളെ നോക്കുന്നത്. ആമേൻ, സ്തോത്രം. വെള്ളയും ഇട്ടുകൊണ്ട് ഇതാ പോകുന്നു, പള്ളിയിൽ പോയിരുന്ന് ആരാധിക്കുവാൻ, കൈയടിക്കുവാൻ അവർക്കൊരു പുച്ഛമാണ്. എന്തോ വില കുറഞ്ഞവന്മാർ, എന്തോ നാണം കെട്ടവന്മാർ, എന്തോ സ്തോത്രം. ആമേൻ. ഈ പുച്ഛഭാവത്തിൽ വീണു പോകുന്നവരാണ് ഇന്ന് ആഘോഷത്തിലായിരിക്കുന്നത്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചിലരുടെ അവൻ ഇനി എന്ത് കരുതും, ഇന്ന് പെയ്യില്ലെങ്കിൽ എന്ത് കരുതും, ഇന്ന് കൂടെ ഇരുന്നില്ലെങ്കിൽ എന്ത് കരുതും, ഇന്ന് കൂടെ നിന്നില്ലെങ്കിൽ എന്ത് കരുതും, ഇന്ന് നിന്നില്ലെങ്കിൽ പിന്നെ എന്നൊക്കെ ചിന്തിക്കും വിധത്തിലുള്ള ചില പുച്ഛഭാവങ്ങളുണ്ട്, ചില ചോദ്യങ്ങളുണ്ട്. ആമേൻ. ചോദ്യങ്ങൾ സ്റ്റോക്കാണ് ഇങ്ങനെയുള്ളവരുടെ കയ്യിലോ. എന്നും ഞായറാഴ്ച നീ ആരാധിക്കുന്നതല്ലേ, ഇന്നൊരു ഞായറാഴ്ച ആരാധിച്ചില്ലെന്ന് പറഞ്ഞ് നിന്റെ ദൈവം പിണങ്ങിപ്പോകുമോ? ദൈവം പിണങ്ങത്തുമില്ല, പിടിച്ച് കടിക്കത്തുമില്ല. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. അവൻ ഇങ്ങനെയുള്ള 100 ചോദ്യങ്ങളുമായി ആമേൻ, സ്തോത്രം, ഇങ്ങനെ ഇരിക്കും. ആമേൻ. നമ്മൾ അകലെയാണെങ്കിൽ പുച്ഛത്തിലൂടെ അത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നമ്മൾ അവരോട് അടുത്ത് നിൽക്കുകയാണെങ്കിൽ അവരുടെ ചോദ്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. വളരെ രസകരമായിട്ട് അവർ ചോദ്യങ്ങൾ ചോദിക്കും, അവർ നമ്മളെ കൺവിൻസ് ചെയ്യിക്കും. ആമേൻ. ഇന്നിപ്പോൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇന്നൊരു നല്ല ദിവസമല്ലേ, ഇന്നിപ്പോൾ നീ ആരാധിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഈ സന്തോഷത്തിൽ നിൽക്കാമല്ലോ, ഈ സമാധാനത്തിൽ നിൽക്കാമല്ലോ. ആമേൻ, സ്തോത്രം. ശ്രദ്ധിക്കണമേ, ഈ റോഡ് വക്കിലിരുന്ന് പുച്ഛത്തോടെ നോക്കുന്നവൻ, ആമേൻ, സ്തോത്രം, എനിക്ക് ചിരിയും സഖതാവുമാണ് തോന്നിയത്. ആമേൻ. ഇപ്പോൾ രാവിലെ അവന്മാർ കുളിച്ച് കുട്ടപ്പനായിട്ട് സന്തോഷത്തോടെ ഇരിക്കുന്നു, രാത്രി അവന്മാരുടെ കോലം കണ്ടാൽ പെറ്റ തള്ള സഹിക്കത്തില്ല. ആമേൻ. ആ ഗതികേടിലാവാൻ പോകുന്നവരാണ് മര്യാദയ്ക്ക് വന്ന് മര്യാദയ്ക്ക് സന്തോഷത്തോടെ വീട്ടിൽ പോകാൻ പോകുന്ന ഞങ്ങളെ നോക്കി പുച്ഛിക്കുവാൻ നിൽക്കുന്നത്. ആമേൻ. ആ ഗതികേടിന്റെ പേരാണ് ലോകത്തിന്റെ അറിവ്. ലോകത്തിന്റെ അറിവ് ദൈവത്തിന്റെ സന്നിധിയിൽ ആമേൻ വില പോകത്തില്ല. ആമേൻ. നിന്നെ നന്നായി പരിപാലിക്കുവാൻ കഴിയുന്ന, നിന്നെ നന്നായി നോക്കുവാൻ കഴിയുന്ന ഒരു നല്ല കർത്താവുണ്ട്. ലോകം പരിഹസിക്കുമ്പോഴും ലോകം കുറ്റം പറയുമ്പോഴും ലോകത്തിന്റെ അറിവിനൊപ്പം നീ ചേർന്ന് നിൽക്കുന്നില്ല എന്ന് അവർ ശാഖ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നിന്നെ നന്നായി നിർത്തുവാൻ കഴിവുള്ള ഒരു കർത്താവുണ്ട്. അവനോടൊപ്പം ചേർന്ന് നിൽക്കുക. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ.
ആമേൻ. ഒരു നിമിഷം നിങ്ങളത് ചിന്തിച്ചു നോക്കിയേ, എന്തിനാണ് ഈ ഒരുക്കം? ആമേൻ, സ്തോത്രം. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. ഒരു ഓണം എന്ന് കേൾക്കുമ്പോൾ, പ്രത്യേകിച്ച് നിങ്ങൾ വാട്സപ്പ് സ്റ്റാറ്റസോ അല്ലെങ്കിൽ സ്തോത്രം ഫേസ്ബുക്കിൽ വരുന്ന പോസ്റ്റുകളോ ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ചിലത് എക്സ്പെക്റ്റ് ചെയ്യുകയാണ്. ഒരു ഓണക്കാലത്തിൽ മനുഷ്യർ ചിലത് എക്സ്പെക്റ്റ് ചെയ്യുകയാണ്. ആമേൻ. എന്താണ്? ഒന്ന് ആനന്ദം. ആമേൻ. എൻജോയ് ചെയ്യണം, ആസ്വദിക്കണം. ആമേൻ, സ്തോത്രം. ഇന്നത്തെ ദിവസം ആസ്വദിക്കണം. പലരും പറയുന്ന കേട്ടില്ലേ, ഇന്നില്ലെങ്കിൽ പിന്നെ എന്ന്. ആമേൻ. ഇന്ന് ആഘോഷിച്ചില്ലെങ്കിൽ പിന്നെ എന്ന് ആഘോഷിക്കുവാൻ പോകുന്നേ? ഇന്ന് അടിച്ചു പൊളിച്ചില്ലെങ്കിൽ പിന്നെ എന്ന് അടിച്ചു പൊളിക്കാൻ പോകുന്നേ? ഇന്ന് ആർമാദിച്ചില്ലെങ്കിൽ പിന്നെ എന്ന് ആർമാദിക്കാൻ പോകുന്ന? ആനന്ദത്തിന് വേണ്ടിയുള്ള ഒരു വാഞ്ചയാണ് ഓരോ വ്യക്തികളിലും. ആമേൻ, സ്തോത്രം. ഇന്ന് ആഘോഷിച്ച് ആമേൻ ആനന്ദിക്കുവാനുള്ള, ആമേൻ, സ്തോത്രം, രണ്ട് ഉല്ലാസം. ആമേൻ, സ്തോത്രം. ഈ ആനന്ദവും ഉല്ലാസവും ഒരു വാക്കാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷെ ഫ്രീ ആയിരിക്കുക, ഒന്നും ഓർക്കാതെ ഒന്നും ചിന്തിക്കാതെ ഇരിക്കുന്ന അനുഭവത്തെ നമുക്ക് ഉല്ലാസം എന്ന് പറയുവാൻ കഴിയും. ഒന്നും ചിന്തിക്കാതെ ഫ്രീ ആയിരിക്കുവാൻ കഴിയുന്ന ഓ സ്തോത്രം, ഒന്നും നോക്കുന്നില്ല, ഒന്നും ആലോചിക്കുന്നില്ല, അങ്ങനെ ഫ്രീ ആയിരിക്കുവാൻ കഴിയുന്ന ഒരു അവസരം. അതാണ് ഇന്ന് ലോകം എക്സ്പെക്റ്റ് ചെയ്യുന്നതും ഈ ദിവസങ്ങളിലെല്ലാം കൂട്ടിവെച്ചതും പ്ലാൻ ചെയ്തതും അതിനു വേണ്ടിയാണ്. ഓരോ ജംഗ്ഷനുകളിലും അതിനു വേണ്ടിയുള്ള പ്ലാനിങ്സ് നമുക്ക് കാണുവാൻ കഴിയും. ഓരോ ഭവനങ്ങൾക്കകത്തും അതിനു വേണ്ടിയുള്ള പ്ലാനിങ്സ് നമുക്ക് കാണുവാൻ കഴിയും. പിന്നെ ഉള്ളത് മനോഹരത്വമാണ്. വർണ്ണാഭമായിരിക്കണം. ഓണം എന്ന പേര് തന്നെ ആമേൻ ആ ഒരു മനോഹരത്വത്തെ സൂചിപ്പിക്കുന്നു. പല പല പൂക്കളുടെ കളറുകളും ആ മനോഹരത്വവും ആ സന്തോഷവും പുതിയ വസ്ത്രങ്ങളും, ആമേൻ, സ്തോത്രം, മൊത്തത്തിലൊരു പളപളപ്പും ഒരു തിളക്കവും സമ്മാനിക്കുന്ന അനുഭവം. ആമേൻ, സ്തോത്രം. ഓണത്തിൽ നിന്ന് ജനം പ്രതീക്ഷിക്കുന്നത് അതാണ്. അടുത്ത് ആർപ്പിടുന്ന ഒരു അനുഭവം. ആമേൻ, സ്തോത്രം. വൈകുന്നേരമൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ആർപ്പാണ്. റോഡിൻ്റെ വശങ്ങളിൽ നിന്ന് ഹോൺ പോലും കേൾക്കാൻ പറ്റത്തില്ല. ആമേൻ, ആന കുത്താൻ വന്നാലും അറിയാൻ പറ്റത്തില്ല. അவ்விധത്തിലുള്ള ആർപ്പ് വിളികളാണ്. തൊള്ള തുറന്ന് ആർപ്പിടുന്ന അതൊരു സന്തോഷത്തിൻ്റെ ഒരു പ്രഖ്യാപനമാണ്. ആമേൻ. തുടർന്ന് ജയഘോഷത്തിൻ്റെ അനുഭവം. ആമേൻ. ഒരു ദിവസം മുഴുവൻ ആഹ്ലാദിച്ച് ആർമാദിച്ച് ജയിച്ച ഒരു സന്തോഷം. രാത്രികളിൽ വാഹനങ്ങളിൽ ഞങ്ങൾ തിരികെ പോകുമ്പോൾ, ആമേൻ, പ്രത്യേകിച്ച് സ്തോത്രം രാത്രിയാണ് പോകുന്നതെങ്കിൽ കാണുവാൻ കഴിയും റോഡുകളിലുള്ള ആ ജയഘോഷം. ആമേൻ. അവർ ജയിച്ചു എന്ന് പറഞ്ഞ് സന്തോഷം, അവർ ആഗ്രഹിച്ചത് പ്രാപിച്ചു എന്ന് പറഞ്ഞ് ആർമാദിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. അടുത്തത് സമൃദ്ധിയാണ് ഓണാശംസയായിട്ട് നമ്മുടേക്കെല്ലാം എത്തിച്ചേരുന്നത്. സമൃദ്ധി നിറഞ്ഞ ഓണം ഉണ്ടാകട്ടെ, സമ്പൽ സമൃദ്ധമായ ഓണം ഉണ്ടാകട്ടെ. ആമേൻ. നോക്കൂ, ഇതൊക്കെ നല്ല കാര്യം തന്നെയാണ്. ആമേൻ, സ്തോത്രം. ആനന്ദം നല്ലതാണ്, ഉല്ലാസം നല്ലതാണ്, മനോഹരത്വം നല്ലതാണ്, ആർപ്പ് നല്ലതാണ്, ജയഘോഷം നല്ലതാണ്, സമൃദ്ധി നല്ലത് തന്നെയാണ്. എന്നാൽ നോക്കിയേ, ഇതിനു വേണ്ടി ഇവർ കൊടുക്കേണ്ടി വരുന്ന വില എന്താണ്? ആമേൻ, സ്തോത്രം. ഒരു നിമിഷം നിങ്ങളത് ചിന്തിച്ചു നോക്കിയേ, ഇതിനു വേണ്ടി നമ്മൾ കൊടുക്കേണ്ടി വരുന്ന വില എന്താണ്? ആമേൻ, സ്തോത്രം. സന്തോഷത്തിന് വേണ്ടി ആരോഗ്യം വിലയായി കൊടുക്കേണ്ടി വരും. ആമേൻ, സ്തോത്രം. ഇന്ന് വഴിവക്കുകളിൽ ഇരിക്കുന്നവരുടെ എല്ലാം സന്തോഷത്തിന്റെ അടിസ്ഥാനം ബിവറേജ് കോർപ്പറേഷനാണ്. ആമേൻ. അവിടെ ഉള്ളത് കൊണ്ട് സന്തോഷിക്കുവാൻ വേണ്ടിയാണ് അവർ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ആമേൻ. നഷ്ടപ്പെടുന്നത് എന്താണ്? ആരോഗ്യം നഷ്ടപ്പെടും. നഷ്ടപ്പെടുന്നത് എന്താണ്? പണം നഷ്ടപ്പെടും. അധ്വാനിച്ച് ചേർത്ത് വെച്ചത് മക്കൾക്കും ഭാര്യയ്ക്കും, ആമേൻ, മാറ്റിവെക്കേണ്ടത്, തങ്ങളുടെ മുൻപോട്ടുള്ള പ്രതീക്ഷകൾക്ക്, ആമേൻ, വർണ്ണം പിടിപ്പിക്കേണ്ടത്, അത് സ്തോത്രം നഷ്ടപ്പെട്ടു പോകും. പിന്നെ ജീവൻ പോലും നഷ്ടപ്പെട്ടു പോകും. ആമേൻ. പത്രങ്ങളിൽ നമ്മൾ ബിവറേജസിൽ വിറ്റുപോയ മദ്യത്തിന് സർക്കാരിന് ലഭിച്ച കോടികളുടെ വരുമാനം മാത്രമേ ഫ്രണ്ട് പേജിൽ വരത്തുള്ളൂ. പക്ഷേ ഓരോ ഓണക്കാലത്തിലും പൊലിഞ്ഞു പോകുന്ന നിരവധി യൗവനക്കാരുടെ ജീവനെ കുറിച്ച് ആരും വലിയ പ്രാധാന്യത്തോടെ ചിന്തിക്കത്തില്ല. സന്തോഷത്തിന്റെ അവസാനം സംഭവിക്കുന്നതാണ്. ആരോഗ്യം നഷ്ടപ്പെട്ടു പോകും. മദ്യപിച്ചും ലഹരികൾ ഉപയോഗിച്ചും ആരോഗ്യം നഷ്ടപ്പെട്ടു പോകും. പണം ചിലവഴിച്ച്, ആമേൻ, സ്തോത്രം, പണം നഷ്ടപ്പെട്ടു പോകും. പണത്തിന് ആ സ്തോത്രം മാത്രം വില നൽകി, പണം കൊണ്ട് മാത്രമാണ് സന്തോഷം ഉണ്ടാക്കുവാൻ കഴിയുന്നത് എന്ന് ചിന്തിച്ച്, ഇത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ആമേൻ, ഇനി അടുത്ത ഓണത്തിന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. തിരുവോണത്തിന്റെ തൊട്ട് മുമ്പുള്ള ഒരു 5-6 ദിവസങ്ങളിൽ ഈ സ്തോത്രം ഷോപ്പിംഗ് മാളുകളിലും അല്ലെങ്കിൽ സ്തോത്രം ഹോം അപ്ലയൻസിൻ്റെ ഷോപ്പുകളിൽ പോയിരുന്നാൽ രാത്രി 12 മണിയായിരുന്നാലും അവിടെ ഷോപ്പ് അടയ്ക്കത്തില്ല. അത്രമാത്രം വിൽപ്പന നടക്കുന്നതുകൊണ്ടല്ല, ഓരോരുത്തർ കാത്തിരിക്കുക ലോൺ അപ്രൂവ് ആവാൻ വേണ്ടി. ആമേൻ. രാത്രി 12 മണിയായാലും ലോൺ അപ്രൂവായി ഫ്രിഡ്ജും കൊണ്ടേ പോകത്തുള്ളൂ, വാഷിംഗ് മെഷീനും കൊണ്ടേ പോകത്തുള്ളൂ. ആമേൻ. നല്ലതാണ്. പക്ഷേ കണ്ട ഫിനാൻസുകാരൻ്റെ പൈസ കൊണ്ടല്ല ഇതൊന്നും നമ്മുടെ ഭവനത്തിനകത്ത് വരുവാനുള്ളത്. വലിയൊരു ബാധ്യത. ഈ സന്തോഷത്തിൽ അവർ അറിയുന്നില്ല. സന്തോഷിക്കുമ്പോൾ പുതിയ ഫ്രിഡ്ജായി, പുതിയ
വാഷിംഗ് മെഷീനായി, എല്ലാമായി, എല്ലാത്തിനും ഫിനാൻസ് ഉണ്ട് കേട്ടോ. ആമേൻ. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അമ്മയെ കൊണ്ട് ആശുപത്രി പോയപ്പോൾ അവിടെയും ഫിനാൻസ് സൗകര്യമുണ്ട്. ആമേൻ, സ്തോത്രം. ട്രീറ്റ്മെൻറ്റ് ചെയ്യുവാനും ഫിനാൻസ് സൗകര്യമുണ്ട്. ചുമ്മാ തരും പോലെ അവർ പറയുന്നത്, നിങ്ങളൊന്ന് കോൾ ചെയ്താൽ മതി, ഇപ്പം തന്നെ തരാം. അങ്ങനെ പറഞ്ഞ് ആമേൻ, സ്തോത്രം, നമ്മെ ബാധ്യതക്കാരാക്കി മാറ്റുന്ന, കടക്കാരാക്കി മാറ്റുന്ന, ലോകത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന, ലോകത്തിൽ ഇന്ന് ലോകം നേടിയെടുക്കുവാൻ ശ്രമിക്കുന്ന സന്തോഷത്തിന് പിന്നിൽ കടക്കാരായി മാറുന്ന, ബാധ്യതക്കാരായി മാറുന്ന അനുഭവത്തെ നമുക്ക് കാണുവാൻ കഴിയും. സന്തോഷം നഷ്ടപ്പെട്ടു പോകും. ആമേൻ. കുടുംബത്തിൻ്റെ സന്തോഷം. ഈ റോഡിൽ സന്തോഷിച്ച് നിൽക്കുന്ന ഓരോ യൗവനക്കാരുടെ വീട്ടിലും കരയുന്ന ഓരോ അമ്മയും അപ്പനും കാണും. ആമേൻ, സ്തോത്രം. നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അവർ പറയും ഞങ്ങൾ സന്തോഷിക്കുന്നു. അവർക്കറിയത്തില്ല മഹാഭാവികൾക്ക് വീട്ടിനകത്ത് പെറ്റവയർ നീറുന്നുണ്ട്. ആമേൻ. ജനിപ്പിച്ച തന്ത കരയുന്നുണ്ട്. ആമേൻ. സഹോദരങ്ങൾ വേദനയോടെ തീതുന്നായിരിക്കുന്നുണ്ട്. ഒരുപാട് പേരുടെ സന്തോഷത്തെ കൊന്നിട്ട് അവനൊരൽപ്പം അടിച്ച് ഇത് സന്തോഷമാണെന്ന് പറയുന്നു. എന്നിട്ട് മാന്യമായിട്ട് നടക്കുന്നവരെ നോക്കി ഇങ്ങനെ ഇരിക്കും, ഒരു പുച്ഛം പോലെ, മൂങ്ങ ഇരിക്കുന്നത് പോലെ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. സമാധാനം നഷ്ടപ്പെട്ടു പോകും. ആമേൻ, സ്തോത്രം. ഇന്ന് വലിയ സന്തോഷമാണ്, നാളെ മുതൽ സമാധാനമില്ല. സ്റ്റേഷൻ കയറി ഇറങ്ങണം, തല്ലിപ്പൊട്ടിച്ചതിൻ്റെ കണക്കെടുക്കണം. ആമേൻ. ഈ ആഘോഷങ്ങളുടെ എല്ലാം ബാക്കി പത്രം. ആമേൻ. ദുഃഖവും നിരാശയും വേദനയുമാണ്. ഇതെന്തുകൊണ്ട് ഞാൻ പറയുന്നു എന്ന് ചോദിച്ചാൽ, ഞാനിത് അനുഭവിച്ചിട്ടുള്ളതാണ്. ഞാൻ സന്തോഷിക്കുമ്പോൾ എൻ്റെ വീട്ടുകാർ കരയും. ആമേൻ, സ്തോത്രം. ഞാൻ സന്തോഷിക്കുമ്പോൾ എൻ്റെ കയ്യിലുള്ള പൈസ പോകും. ഞാൻ സന്തോഷിക്കുമ്പോൾ എൻ്റെ ആരോഗ്യം മെല്ലെ മെല്ലെ എന്നെ വിട്ടു പോകും. ഞാൻ സ്തോത്രം ആഘോഷിച്ച് ആഘോഷ തിമിർപ്പിലായിരിക്കുമ്പോൾ എൻ്റെ പേര് പോകും. സമൂഹത്തിന് മധ്യത്തിൽ, മറ്റുള്ളവരുടെ മധ്യത്തിൽ മോശക്കാരനായി സ്തോത്രം ആയി തീരുന്ന അവസ്ഥ. ആമേൻ. അപ്പോൾ ഇതിനു വേണ്ടി കൊടുക്കേണ്ടി വരുന്ന വില, ഈ സന്തോഷത്തിന് വേണ്ടി കൊടുക്കേണ്ടി വരുന്ന വില, ആ വില കൊടുത്ത് സന്തോഷം നേടിയെടുക്കുവാൻ വേണ്ടിയ വിശ്വാസികൾ പോലും ഇന്ന് ഓടിപ്പാഞ്ഞ് നടക്കുന്നത്. ആ സന്തോഷം മതി. ആമേൻ. ലോകവുമായി കൂട്ടുചേർന്നുള്ള സന്തോഷം മതി. ലോകത്തിൽ ആഘോഷിക്കുന്ന സന്തോഷം മതി. ലോകം തരുന്ന സന്തോഷം മതി. പിന്നത്തേത് എന്തെന്ന് അവർ തിരിച്ചറിയുന്നതേ ഇല്ല. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, ഒരു ഭക്തനായ ഞാനും നിങ്ങളും ഈ പറഞ്ഞ സന്തോഷങ്ങൾ അനുഭവിക്കുവാൻ നമ്മുടെ ദൈവത്തിന് എന്ത് വില കൊടുക്കണം? ആമേൻ, സ്തോത്രം. ഒരു ചോദ്യമാണ്, എന്ത് വില കൊടുക്കണം? നിങ്ങളുടെ ആരോഗ്യം കൊടുത്താൽ ഈ സന്തോഷമൊക്കെ ദൈവം തരുമോ? പണം കൊടുത്താൽ ഈ സന്തോഷമൊക്കെ ദൈവം തരുമോ? നിങ്ങളുടെ പേര് വരുമ്പോൾ പ്രശസ്തി കൊടുത്താൽ ഈ സന്തോഷമൊക്കെ ദൈവം തരുമോ? എന്തെങ്കിലും വിലയേറിയത് എന്തെങ്കിലും കൊടുത്താൽ ദൈവത്തിന് ഈ സന്തോഷം തരുവാൻ കഴിയുമോ? ദൈവത്തിന് ഈ സന്തോഷങ്ങൾ അതുപോലെ അല്ലെങ്കിൽ അതിലപ്പുറമായി തരുവാൻ കഴിയും. അതേക്കുറിച്ചാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 35 അധ്യായം 1-2 വാക്യങ്ങളിൽ വായിച്ചത്. ഒന്ന്, ആമേൻ, ആനന്ദം ദൈവം ഭക്തന് തരും. ആമേൻ. കേൾക്കണമേ, ദൈവം തന്റെ ഭക്തന് ആനന്ദം നൽകും. എങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന്? മരുഭൂമിയുടെ അവസ്ഥയിൽ നിന്ന്, ഒരു പ്രതീക്ഷയും ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അവന് ആനന്ദം നൽകുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഈ പകലിലും എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ ആയിരിക്കുന്ന സ്ഥാനത്ത് മരുഭൂ സമാനമായ ജീവിത അനുഭവങ്ങളിലൂടെ, കഠിനതയിലൂടെ നീ യാത്ര ചെയ്ത് തളർന്നായിരിക്കുന്നു. കേൾക്ക്, നിന്റെ ജീവിതത്തിൽ ആനന്ദം തരുവാൻ, നിന്നെ ആനന്ദിപ്പിക്കുവാൻ, നിന്നെ ആനന്ദത്തിൽ ആറാടിപ്പിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. അത് മറ്റാർക്കും തരുവാൻ കഴിയാത്ത ആനന്ദത്തിന്റെ അനുഭവത്തെ എൻ്റെ യേശുവിന് നിന്റെ ജീവിതത്തിൽ തരുവാൻ കഴിയും. സ്തോത്രം. അതേ ഭാഗത്ത് തന്നെ കാണുവാൻ കഴിയും ഉല്ലാസം. ആമേൻ, സ്തോത്രം. നിന്നെ ഫ്രീ ആയിരുത്തുവാൻ. ആമേൻ, സ്തോത്രം. ഈ ലോകത്തിൽ ഒരു മനുഷ്യനും കഴിയത്തില്ല, ഒരു മോട്ടിവേഷൻ സ്പീക്കർക്കും കഴിയത്തില്ല. എന്നാൽ കേൾക്കണമേ, ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ലോകത്തിന്റെ വാക്ക് കേട്ട് നമുക്ക് ആശ്വസിക്കുവാൻ കഴിഞ്ഞേക്കാം. ഏതെങ്കിലും ഒരു മോട്ടിവേഷൻ സ്പീക്കർ പറയുന്ന ചില വാചകങ്ങൾ കൊണ്ട് നമുക്ക് ആശ്വാസം കണ്ടെത്തുവാൻ കഴിഞ്ഞേക്കാം. എന്നാൽ വാക്ക് പറഞ്ഞ് അവൻ പോകും. കയ്യിൽ വാങ്ങി കിട്ടുവാനുള്ളത് കിട്ടിക്കഴിയുമ്പോൾ അവൻ പോകും. എന്നാൽ നല്ലൊരു മോട്ടിവേറ്റർ ഉണ്ട്, അവൻ ഇട്ടിട്ട് പോകത്തില്ല. നീ കഷ്ടതയിലാണെങ്കിൽ അവൻ നിന്നോട് കൂടിരിക്കും. നീ കരച്ചിലാണെങ്കിൽ അവൻ നിന്നോട് കൂടിരിക്കും. നീ വേദനയിലാണെങ്കിൽ അവൻ നിന്നോട് കൂടിരിക്കും. കണ്ണുനീരോടായിരിക്കുന്ന സഹോദര സഹോദരി, എൻ്റെ യേശു നിന്നോട് കൂടിരിക്കും. ആരൊക്കെ പോയാലും, ആരൊക്കെ നിന്നെ മാറ്റി നിർത്തിയാലും, ആരൊക്കെ നിന്നിൽ നിന്ന് അകന്നു പോയാലും എൻ്റെ യേശു നിന്നെ വിട്ടു പോകത്തില്ല. ഈ ആഘോഷം കഴിഞ്ഞ് ബന്ധുക്കൾ പോകും, ചാർച്ചക്കാർ പോകും, വന്നുകൂടിയവർ പോകും, സകലരും പോകും. പക്ഷേ എൻ്റെ യേശു മാത്രം നിന്നെ വിട്ട് പോകത്തേ ഇല്ല. ആമേൻ. അത് തന്നെയാണ് ഉല്ലാസത്തിന്റെ ആമേൻ ദൈവം തരുന്ന അനുഭവം. ആമേൻ. അതേക്കുറിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്. ആമേൻ. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ലാത്ത പരിശുദ്ധാത്മാവിന്റെ നീതിയും സന്തോഷവും വെളിപ്പെടുന്ന ദൈവ രാജ്യത്തിന്റെ അനുഭവം. ആമേൻ. കേൾക്കണമേ,
ഒരു ആഹാരത്തിനും തരുവാൻ കഴിയാത്ത സന്തോഷം, ഒരു പാനീയത്തിനും തരുവാൻ കഴിയാത്ത സന്തോഷം. ആമേൻ. പുച്ഛിച്ചു നോക്കുന്നവർക്ക് അറിയത്തില്ല, അവനൊക്കെ അനുഭവിക്കുന്നതിലും വലിയ സന്തോഷം അനുഭവിച്ചാണ് ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങൾ ആയിരിക്കുന്നത്. ആമേൻ. ഈ പകൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ ലോകത്തിൽ ഇന്ന് എത്ര വില കൂടിയ മദ്യം കഴിക്കുന്നവന് അനുഭവിക്കുവാൻ കഴിയാത്ത സന്തോഷമാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ളത്. ആമേൻ. ലോകത്തിൽ എത്ര വില കൂടിയ ഭക്ഷണം കഴിച്ചാലും, എത്ര വില കൂടിയ സ്തോത്രം വസ്ത്രങ്ങൾ ഉപയോഗിച്ചാലും, എത്ര തന്നെ ചിലവഴിച്ച് ഇന്ന് എന്റർടൈൻ ചെയ്താലും, എൻജോയ് ചെയ്താലും നിങ്ങൾക്ക് ലഭിക്കാത്ത സന്തോഷം, ഉല്ലാസം എന്റെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ തരിക തന്നെ ചെയ്യും. അവൻ ഇവിടെ നിർജ്ജന പ്രദേശം. അവൻ ലോകത്തിന്റെ ഉല്ലാസം എങ്ങനെയാണ്? ഒരു വലിയ ഗ്രൂപ്പിനൊപ്പം, ഒരു വലിയ ആൾക്കൂട്ടത്തിനൊപ്പം. എന്നാൽ ദൈവ പൈതലിന് ഒരു ആൾക്കൂട്ടത്തിന്റെയും ആവശ്യമില്ല. അവൻ ഒറ്റയ്ക്കായിരിക്കുന്നിടത്ത് അവനെ ഉല്ലാസത്തോടെ ആക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും. പ്രാർത്ഥന മുറിക്കകത്തിരിക്കുന്നവർക്ക് അത് നല്ലതുപോലെ തിരിച്ചറിയുവാൻ കഴിയും. പുറത്ത് ലോകം കരയും, പുറത്ത് ലോകം നിലവിളിക്കും, പുറത്ത് ലോകം ആർപ്പിടും. പക്ഷേ ദൈവത്തിന്റെ പൈതലോ അവൻ ഉല്ലാസത്തോടെ നിലനിർത്തുവാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ സന്നിധി ഈ പകലിലും നീ ആയിരിക്കുന്നു. ആരെങ്കിലും വട്ടം കൂടിയിരിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷമല്ല, ആമേൻ. സ്തോത്രം. പലപ്പോഴും പലരും ഞങ്ങളെ പ്രലോഭിപ്പിക്കാറുണ്ട്. ആമേൻ. ആരെങ്കിലുമൊക്കെ വേണ്ടേ? ആമേൻ. സ്തോത്രം. അപ്പോൾ സ്തോത്രം വിജയ് ഇടയ്ക്കൊക്കെ ചോദിക്കും, ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. ഞാൻ പറയും, ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നപ്പോൾ നീ കരഞ്ഞ കണ്ണുനീർ വല്ലതും ഓർക്കുന്നുണ്ടോ? ആമേൻ. ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നതാ. ആ സമയത്ത് ഞങ്ങൾ ഒരുപാട് കരഞ്ഞതാ. അതുകൊണ്ട് കരയിക്കാത്ത ഒരു യേശു മാത്രം മതി. നന്നായിരുന്നില്ലെങ്കിലും കുഴപ്പമില്ല, കരയിക്കാത്ത യേശു മാത്രം മതി. ആമേൻ. ഹല്ലേലൂയ. ആരെങ്കിലും ഉണ്ടായിരിക്കുന്നത് കൊണ്ടല്ല ഈ ലോകത്തിൽ സമാധാനത്തോടെ സ്വസ്ഥമായി ഒരു നൊടി ജീവിക്കണമെങ്കിൽ എൻ്റെ യേശു കൂടെ വേണം. യേശു കൂടെ ഇല്ലാത്തവൻ ലോകത്തിൽ മരണത്തിന് വേണ്ടി ഓടും. യേശു കൂടെ ഇല്ലാത്തവൻ കൊല്ലുവാൻ വേണ്ടി ഓടും. യേശു കൂടെ ഇല്ലാത്തവൻ സകലത്തെയും നശിപ്പിക്കുവാൻ വേണ്ടി ഓടും. യേശു കൂടെ ഇല്ലാത്തവൻ പ്രതീക്ഷ നഷ്ടപ്പെട്ടുള്ളവരും. എന്നാൽ യേശു കൂടെ ഉള്ളവൻ ഏത് പ്രതിസന്ധി വന്നാലും, ഏത് പ്രതികൂലം വന്നാലും, ഏത് വെല്ലുവിളി വന്നാലും അവൻ ഉറച്ചു നിൽക്കും. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അവൻ യേശു ഉള്ളവനെ ആമേൻ. സ്തോത്രം. പ്രലോഭിപ്പിക്കാനും ഭീഷണിപ്പെടുത്തുവാനും ഈ ലോകത്തിൽ ഒന്നിനും കഴിയത്തേ ഇല്ല. ആമേൻ. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ, നിങ്ങളുടെ ശരിയായ സന്തോഷം യേശുവിലായിരിക്കണം. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ എൻജോയ് ചെയ്യുന്നത്, നിങ്ങൾ നിങ്ങളുടെ ജീവിതം എൻജോയ് ചെയ്യുന്നത് യേശുവിലായിരിക്കണം. നിങ്ങൾ നിങ്ങളുടെ ജീവിതം ആസ്വദിക്കുന്നത് യേശുവിലായിരിക്കണം. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്റർടൈൻമെന്റ് ആയി കാണുന്നത് യേശുവിനെ ആയിരിക്കണം. എന്തെന്ന് ചോദിച്ചാൽ ഈ സംഭവത്തിനെ ആർക്കും എടുത്തോണ്ട് പോകാൻ പറ്റത്തില്ല. ആമേൻ. സ്തോത്രം. ആരെങ്കിലും വന്ന് വെളിയിൽ നിന്ന് വിളിച്ചാൽ പോക്കറ്റിലിരിക്കുന്ന പൈസ പോകും ടാറ്റ പറഞ്ഞിട്ട്. ആമേൻ. സ്തോത്രം. വസ്തു പോകും, വക പോകും, എല്ലാം പോകും. പക്ഷേ ടാറ്റ പറഞ്ഞു പോകാത്ത ഒരേ ഒരുവനേ ഉള്ളൂ, എൻ്റെ യേശു മാത്രം. ആര് വിളിച്ചാലും നിന്നെ വിട്ട് പോകത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, എനിക്കൊപ്പമായിരിക്കുന്ന പ്രിയരെ, നിങ്ങൾ എവിടെ, ആരൊക്കെ നിങ്ങളെ ഉപേക്ഷിച്ച്, ആരൊക്കെ നിങ്ങളെ തള്ളിക്കളഞ്ഞു വേദനയോടെ ആയിരുന്നാലും, ആരൊക്കെ നിങ്ങളെ മാറ്റി നിർത്തിയാലും കേൾക്ക്, എൻ്റെ യേശു മാത്രം നിന്നെ വിട്ട് പോകത്തേ ഇല്ല. സ്തോത്രം. നോക്ക്. ആമേൻ. സ്തോത്രം. മനോഹരത്വം ഈ ലോകം ഇന്ന് എക്സ്പെക്ട് ചെയ്യുന്നതാണ് വർണ്ണാഭമായി. സ്തോത്രം. ഈ സ്തോത്രം ഞങ്ങളുടെ ചെറുപ്പത്തിലെ ആമേൻ. സ്തോത്രം. ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം എന്താണ്? അവൻ പെൺപിള്ളാരാണെങ്കിൽ അവരുടെ സന്തോഷം പട്ട് പാവാട, പട്ട് ബ്ലൗസ്. ആൺകുട്ടികളാണെങ്കിൽ ആമേൻ. സ്തോത്രം. കസവുള്ള മുണ്ട്. ഇങ്ങനെ പളപളപ്പിന്റെ ലോകത്താണ്. ആമേൻ. സ്തോത്രം. ആ പളപളപ്പ് എൻജോയ് ചെയ്യുവാനാണ് ഇന്ന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ പളപളപ്പും ഈ വർണ്ണാഭവും ദൈവത്തിന് തരുവാൻ കഴിയുമോ? അതിനുവേണ്ടി ലോകം കൊടുക്കേണ്ടി വരുന്നത് പോലെ വില കൊടുക്കേണ്ടി വരുമോ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. മനോഹരത്വം തരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ആമേൻ. സ്തോത്രം. വചനം പറയുന്നു, നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കി തീർക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഒരു വ്യത്യാസമുണ്ടെന്ന് മാത്രം. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ മനോഹരത്വം കാണുവാൻ വേണ്ടി ഇന്ന് രാവിലെ മുതൽ രാത്രി വരെ തുള്ളിച്ചാടുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. അപ്പോൾ ഞാൻ ഇത് പറയുമ്പോൾ ഒരുപക്ഷേ ചിലർ വിചാരിക്കും ഞാൻ അടച്ചാക്ഷേപിക്കുകയൊന്നുമല്ല. നമ്മുടെ സർക്കാർ നിലനിന്ന് പോകുന്നത് തന്നെ ഈ വിവാദമുള്ള ദൈവങ്ങളെ കൊണ്ട്. ആമേൻ. സർക്കാരിന് അവർ ദൈവങ്ങളാണ്, മനുഷ്യർക്ക് ഭൂതവും. ആമേൻ. കേൾക്കണമേ. ആമേൻ. അവരുടെ
മനോഹരത്വം, ആമേൻ സ്തോത്രം, അവരിൽ ഒതുങ്ങും. അത് കഴിയുമ്പോൾ മറ്റുള്ളവർ പറയും മുടിഞ്ഞവന്മാർ, ആമേൻ സ്തോത്രം, നശിച്ചവന്മാർ. ഈ തുള്ളി കളിക്കുന്നവർ തന്നെ മാറി നിന്ന് പറയും ഇവന്മാരെ പോലൊരു ഗതികേട് പിടിച്ചവന്മാർ, ഇവന്മാരെ പോലൊരു സ്തോത്ര. ഇവർ ഇട്ടുകൊണ്ടുവരുന്ന മനോഹരമായ പളപളപ്പുള്ള വസ്ത്രങ്ങളൊക്കെ രാത്രി ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ, ആമേൻ സ്തോത്രം, അത് കണ്ടു കഴിഞ്ഞാൽ അത് പുതിയ വസ്ത്രമാണെന്ന് സ്തോത്രം DNA ടെസ്റ്റ് നടത്തിയാൽ പോലും തിരിച്ചറിയുവാൻ കഴിയത്തില്ല. അவ்விധത്തിൽ അത് മുഷിഞ്ഞ്, അவ்விധത്തിൽ അത് നാറ്റമായി, അவ்விധത്തിൽ അത് വൃത്തികേടായി മാറും. മനോഹരത്വം, ലോകം നൽകുന്ന മനോഹരത്വം, മനോഹരത്വത്തിന് വേണ്ടി ഓടും അവർ, മനോഹരത്വത്തിന് വേണ്ടി പലതും ചെയ്യും. ലോകം അവരെ വെറുക്കും, ആമേൻ സ്തോത്രം, ലോകം അവരെ വെറുക്കും, ആമേൻ, ഒരു സംശയവുമില്ല, ആമേൻ, ലോകം അവരെ വെറുക്കും. നാളെ സ്റ്റേഷന്റെ വരാന്തകളിൽ നിൽക്കുന്ന മാതാപിതാക്കൾ ഇന്ന് മനോഹരത്വം കാണാൻ പോയ മക്കളെ വെറുക്കും, ആശുപത്രിയിൽ ഓടി നടക്കുന്ന മാതാപിതാക്കൾ വെറുക്കും, കൂട്ടുകാർ വെറുക്കും, ബന്ധുക്കൾ വെറുക്കും, ചാർച്ചക്കാർ വെറുക്കും, ആമേൻ സ്തോത്രം. ലോകത്തിൽ നിന്ന് ലഭിക്കുന്ന മനോഹരത്വം അങ്ങനെയാണ്. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയരേ, നീ യേശുവിനോട് കൂടെയാണെങ്കിൽ യേശു നിന്നെ മനോഹരമായി പണിയും, ലോകം നിന്നെ മനോഹരമായി കാണും, ആമേൻ, ഹല്ലേലൂയ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നീ മനോഹരമായിരിക്കുമെന്ന് മാത്രമല്ല, ലോകം പറയും നിന്റെ സൗന്ദര്യത്തെക്കുറിച്ച്, ലോകം പറയും നിന്റെ മനോഹരത്വത്തെക്കുറിച്ച്, ലോകം പറയും, ആമേൻ. നീ പറയുന്ന മനോഹരത്വമല്ല, ഞാൻ ഇന്ന് ആഘോഷിച്ചു, ഞാൻ ഇന്ന് ആർപ്പിട്ടു, ഞാൻ ഇന്ന് തുള്ളിച്ചാടി, നോ നോ നോ, ലോകം പറയുവാൻ പോകുക, ദൈവ പൈതലേ, ലോകം പറയുവാൻ പോകുക നിന്റെ മനോഹരത്വം, നിന്റെ മുഖ ഷേപ്പിന്റെ മനോഹരത്വമല്ല, നിന്റെ വസ്ത്രത്തിന്റെ നീറ്റ്നെസ് അല്ല, ആമേൻ. ദൈവം നിന്നെ കരങ്ങളിലെടുത്താൽ, നീ ദൈവത്തിനോടൊപ്പം ഇരുന്നാൽ നിന്നെ പോലെ സുന്ദരൻ, നിന്നെ പോലെ സുന്ദരി. കാരണം നമ്മളായിരിക്കുന്നത് സർവാംഗ സുന്ദരനോടൊപ്പമാണ്, അവനിൽ പകരപ്പെടുന്ന മനോഹരത്വം. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. നോക്കൂ, സ്തോത്രം, ആമേൻ സ്തോത്രം. മനോഹരത്വത്തിന് വേണ്ടി ഓടി നടക്കുന്നു, ആമേൻ. വിലയായി കൊടുക്കുന്നതോ ജീവിതം തന്നെ നഷ്ടപ്പെടുത്തി കളയുന്നു. അടുത്തൊരു ആർപ്പാണ്. ഓണത്തിന്റെ പ്രത്യേകത ആർപ്പ് വിളിയാണ്, ആമേൻ സ്തോത്രം. തൊണ്ടയൊക്കെ പോകും, നമ്മൾ ചെറുപ്പത്തിൽ ആർപ്പ് വിളിച്ചിട്ടുള്ളതാണ്, അവൻ തൊണ്ടയൊക്കെ അടിച്ചു പോകും, ശബ്ദമൊക്കെ പോകും, ആ വിധത്തിൽ ആർപ്പിടും. ലോകം ഇങ്ങനെ ആർപ്പിടും. ദൈവത്തിന്റെ മക്കൾക്ക് ആർപ്പിടാൻ വല്ല സ്കോപ്പുമുണ്ടോ? ആമേൻ. ലോകം ആർപ്പിട്ട് കഴിഞ്ഞിട്ട് എന്തായിരിക്കും സംഭവിക്കുന്നത്? ഒന്നുകിൽ തമ്മിലടിയാകും, അല്ലെങ്കിൽ നാട്ടുകാർ ഓടിച്ചിട്ടടിക്കും, അല്ലെങ്കിൽ പോലീസ് കേസാവും. ലോകത്തിന്റെ ആർപ്പിടൽ മുഴുവൻ ഇങ്ങനെയാണ്. എന്നാൽ യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഒരു വലിയ കൂട്ടം ജനം, ആരാണ്? ദൈവത്തിന്റെ ജനം. അവർ ആർപ്പിട്ടു. അവർ ആർപ്പിട്ടപ്പോൾ പോലീസ് വന്നില്ല, അവർ ആർപ്പിട്ടപ്പോൾ നാട്ടുകാർ കമ്പും കല്ലുമായി വന്നില്ല, അവർ ആർപ്പിട്ടപ്പോൾ വീട്ടുകാർ വാതിലടച്ചില്ല, അവർ ആർപ്പിട്ടപ്പോൾ ഒരു മതിൽ വീണു, ആമേൻ. നിനക്കൊരു ആർപ്പുണ്ട്, ആമേൻ. ദൈവ പൈതലേ, ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്ന നിന്നിൽ നിന്ന് ആർപ്പിന്റെ സ്വരം ഉയരുമ്പോൾ വഴിയടച്ചു നിൽക്കുന്ന ചില മതിലുകൾ, ഈ വിശുദ്ധ ഞായറാഴ്ചയുടെ പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, നിന്റെ ശബ്ദം ഉയരുന്നത് ദൈവസന്നിധിയിലായതുകൊണ്ട്, നീ ദൈവത്തിന്റെ സന്നിധിയിൽ ആർപ്പിടുന്നത് കൊണ്ട്, ഉച്ചത്തിൽ നീ ആർപ്പിടുന്നത് കൊണ്ട്, അത് ചില മതിലുകൾ വീഴുക. നിന്റെ വാഗ്ദത്തത്തിന് വിരോധമായി, നിന്റെ അനുഗ്രഹങ്ങൾക്ക് വിരോധമായി, നിന്റെ സന്തോഷത്തിന് വിരോധമായി, നിന്റെ നന്മകൾക്ക് വിരോധമായി, നിന്റെ മുൻപോട്ടുള്ള ജീവിതത്തെ അനുഗ്രഹമാക്കി തീർക്കുവാൻ തക്കമാണ് ചില മതിലുകൾ വീഴുക. യേശുവിൻ നാമത്തിൽ ഇന്ന് ഈ പകലിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, നീ ചില മുഖങ്ങളെ മറുത്ത്, ചില വാക്കുകളെ കേൾക്കാതെ, നിന്റെ ദൈവം മതി എന്ന് പറഞ്ഞ് നീ ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ ഇന്ന് മുതൽ, ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ, ഇന്ന് മുതൽ നിനക്ക് മുമ്പിൽ വഴികൾ തുറക്കപ്പെടുവാൻ പോകുക. എന്നോ അടഞ്ഞുപോയ വഴികൾ ശത്രു അടച്ചുറപ്പോ വാതിലുകൾ ഇരുമ്പോടാമ്പലുകൾ മനുഷ്യനും പിശാചും അടച്ചുറപ്പിച്ചതിനെ എന്റെ ദൈവം തകർക്കുവാൻ പോകുക. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. നന്ദി കർത്താവേ, നന്ദി യേശുവേ, ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവേ, നോക്കണമേ, ആമേൻ സ്തോത്രം. ഞങ്ങൾ ഒരുപാട് ആർപ്പിട്ടിട്ടുണ്ട് ലോകത്തിൽ. ആർപ്പിട്ട് കഴിഞ്ഞിട്ട് കിട്ടിയ കാര്യങ്ങളെ കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞത്. പക്ഷെ ദൈവസന്നിധിയിൽ ആർപ്പിട്ടിട്ടുണ്ടെങ്കിൽ വഴി തുറന്നിട്ടുണ്ട്, ആമേൻ. ദൈവസന്നിധിയിൽ ആർപ്പിട്ടിട്ടുണ്ടെങ്കിൽ മതിൽ വീണിട്ടുണ്ട്. ദൈവസന്നിധിയിൽ ആർപ്പിട്ടിട്ടുണ്ടെങ്കിൽ ശത്രു അടച്ചു വെച്ചത് ഞങ്ങൾ പ്രാപിച്ചിട്ടുണ്ട്. ലോകം ഒരിക്കൽ പറഞ്ഞു, ഞങ്ങൾ അറിയുന്നവർ ഒരിക്കൽ പറഞ്ഞു, ഞങ്ങളുടെ കുടുംബത്തെ അറിയുന്നവർ ഒരിക്കൽ പറഞ്ഞു, നീ ഒന്നും ഒരു കാലത്തും രക്ഷപ്പെടത്തില്ല, നീ ഒന്നും ഒരു കാലത്തും നന്നാവത്തില്ല, അവന്റെ മകനല്ലേ, അവളുടെ മകനല്ലേ, അവിടെ ജീവിക്കുന്നവരല്ലേ, നീ ഒന്നും രക്ഷപ്പെടത്തില്ല, നീ ഒന്നും രക്ഷപ്പെടേണ്ട കാര്യമില്ല, നീ ഒന്നും രക്ഷപ്പെടേണ്ട കാര്യമില്ല. അവരുടെ വാക്കുകളെ ശരിവെച്ചുകൊണ്ട് ഞങ്ങൾ റോഡ് വക്കിൽ ആർപ്പിട്ടുകൊണ്ടേയിരുന്നു. അവർക്ക് സന്തോഷിക്കുവാൻ കഴിയും വിധത്തിൽ ഞങ്ങൾ നശിച്ചുകൊണ്ട് ഇരുന്നു, ആമേൻ. പറഞ്ഞ് സന്തോഷിക്കുവാൻ കഴിയും വിധത്തിൽ. എന്നാൽ എന്ന് യേശുവിനൊപ്പം
യേശുവിനൊപ്പം ചേർന്ന് ജീവിതം ആഘോഷിക്കുവാൻ തുടങ്ങിയോ? ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, യേശുവിനൊപ്പമുള്ള ജീവിതം അത് ആഘോഷത്തിന്റെ ജീവിതമാണ്. യേശുവിനൊപ്പമുള്ള ജീവിതം അത് സന്തോഷത്തിന്റെ ജീവിതമാണ്. യേശുവിനൊപ്പമുള്ള ജീവിതം അത് പ്രത്യാശയുടെ ജീവിതമാണ്. എപ്പോൾ യേശുവിനൊപ്പം ചേർന്ന് ആ നല്ല കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ തുടങ്ങിയോ, അപ്പോൾ മുതൽ മതിലുകൾ വീഴുവാൻ തുടങ്ങി. അപ്പോൾ മുതൽ ചങ്ങലകൾ അഴിയുവാൻ തുടങ്ങി. അപ്പോൾ മുതൽ കയ്യാമങ്ങൾ വീഴുവാൻ തുടങ്ങി. കാലാകാലങ്ങളിൽ ഞങ്ങളുടെ കുടുംബത്തെ കെട്ടിവെച്ച, ഞങ്ങളുടെ ഞങ്ങളുടെ മാതാപിതാക്കളെ കെട്ടിവെച്ച മദ്യമെന്ന ചങ്ങല വീഴുവാൻ തുടങ്ങി. മയക്കുമരുന്നെന്ന ചങ്ങല വീഴുവാൻ തുടങ്ങി. ഓ സ്തോത്രം. ദൈവഹിതമല്ലാത്ത വഴികളെന്ന്, കൂട്ടുകെട്ടുകളെന്ന്, ശീലങ്ങളെന്ന് ചങ്ങല വീഴുവാൻ തുടങ്ങി. ഇന്ന് പകലിലും കർത്താവ് ചോദിക്കുക, ഈ തലമുറയിൽ നീ ആർപ്പിടുവാൻ തയ്യാറാണോ? നീ ദൈവത്തിന്റെ സന്നിധിയിൽ ആർപ്പിടുവാൻ തയ്യാറാണോ? വർഷങ്ങളായി ശത്രുവായവൻ കെട്ടിബന്ധിച്ചൊതുക്കിയിരിക്കുന്ന ചങ്ങലകളെ എന്റെ ദൈവം വീഴ്ത്തും. നിന്നെ പുറത്തു വരുവാൻ കഴിയാത്ത, നിന്നെ നന്മ പ്രാപിക്കുവാൻ കഴിയാത്ത വിധത്തിൽ നിനക്ക് വിരോധമായി കെട്ടി ഉയർത്തിയിരിക്കുന്ന മതിലുകൾ തിരിച്ചറിയുന്നവർ ശബ്ദമുയർത്തി നല്ല കർത്താവിനെ സ്തുതിച്ചാട്ട്. താങ്ക് യു ലോർഡ്. ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവേ, നന്ദി യേശുവേ, നന്ദി രാജാവേ. ഹല്ലേലൂയ, സ്തോത്രം. അടുത്തത് ജയഘോഷമാണ്. ആമേൻ, സ്തോത്രം. എന്താണ്? അർദ്ധരാത്രി ആകുമ്പോൾ കയ്യിലിരിക്കുന്നതൊക്കെ തീരുമ്പോൾ ഇവർക്ക് ഉള്ളിലൊരു ചിന്ത വരും, ഞങ്ങൾ ജയിച്ചിരിക്കുന്നു. ആമേൻ. നാട്ടുകാരെ മുഴുവൻ ഞങ്ങൾ കൂവി ഓടിച്ചു, നാട്ടുകാരെ മുഴുവൻ ഞങ്ങൾ തെറി വിളിച്ചോടിച്ചു, റോഡേ കൂടെ വണ്ടിയിൽ പോകുന്നവരെല്ലാം ഞങ്ങൾ പേടിപ്പിച്ചു. ആമേൻ, സ്തോത്രം. ചിലരുടെ ചിന്ത അതാണ്, പേടിപ്പിച്ചു എന്നുള്ള ചിന്തയാണ്. ഇന്ന് ഇങ്ങോട്ട് വരുമ്പോൾ തൂങ്ങാമ്പാറയുടെ ഇപ്പുറത്ത് വെച്ച് ഒരു അപ്പൂപ്പൻ, ഒരു 10-72 വയസ്സ് വരും, നട റോട്ടിൽ ഇങ്ങനെ നിൽക്കുക. ആമേൻ, സ്തോത്രം. വണ്ടി മാറ്റുന്നില്ല, ഇങ്ങനെ നിർന്നിട്ട് തിരികെ നോക്കുക. ഞാൻ വിചാരിച്ചു പുള്ളിക്കാരൻ്റെ ബോധം പോയിട്ട് പുള്ളി ഇന്നലെ കിടന്നുറങ്ങിയ സ്ഥലത്ത് ബെഡ്റൂമിൽ ഞാൻ വണ്ടിയും കൊണ്ട് ചെന്ന് ഹോണടിക്കുന്ന ചിന്തയാണോ പുള്ളിക്കുണ്ടായതെന്ന്. അതുപോലെ നിന്ന് എത്തി നോക്കുക എന്താ സംഭവിച്ചതെന്ന്. പുള്ളിക്ക് ബോധം വന്നിട്ടില്ല. ബോധം വന്നാൽ അമ്മച്ചിക്ക് കൊള്ളാം. ആമേൻ, സ്തോത്രം. അങ്ങനെയാ, സ്തോത്രം. ലോകം അങ്ങനെയാ. ഇന്നത്തെ പോക്ക് അങ്ങനെ. ആമേൻ, സ്തോത്രം. പേടിപ്പിക്കുക. പുള്ളിയുടെ ഒരു ചിന്ത ഇതാണ്, ഞാൻ പേടിപ്പിച്ചപ്പോൾ അവൻ പേടിച്ചു പോയി. ആമേൻ, സ്തോത്രം. പുള്ളിക്ക് ഇപ്പോഴും ബോധം വീണിട്ടില്ല. ആമേൻ, സ്തോത്രം. പുള്ളി പേടിച്ചത് കൊണ്ടല്ല, ഞങ്ങൾക്ക് ജീവിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ നിർത്തിയത്. ആമേൻ, സ്തോത്രം. ആമേൻ. ജീവിക്കണമെന്ന് ചിലർ വിചാരിക്കുന്നത് കൊണ്ടാണ് ചിലവന്മാർക്കൊക്കെ ഇന്ന് കിടന്ന് ആർപ്പിടുവാൻ വേണ്ടി പറ്റുന്നത്, ഇന്ന് കിടന്ന് ജയഘോഷം മുഴക്കുവാൻ വേണ്ടി പറ്റുന്നത്. ഞങ്ങൾക്കും ജീവിക്കണ്ട എന്ന് പറഞ്ഞ് രണ്ടുപേരിറങ്ങിയാൽ ഇവന്റെയൊക്കെ ആർപ്പും കാണത്തില്ല, ജയഘോഷവും കാണത്തില്ല. കേൾക്കണമേ, അവർ പറയും ആമേൻ, ഞങ്ങൾ ജയിച്ചു, ഞങ്ങൾ സന്തോഷിച്ചു. എന്നാൽ ഭക്തൻ ഒരു ജയഘോഷമുണ്ട്. ആമേൻ. എന്താണ് ഭക്തന്റെ ജയഘോഷം? ആമേൻ. സങ്കീർത്തനം 27:6 പറയുന്നു, ഇപ്പോൾ എന്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എന്റെ തല ഉയരും, ഞാൻ അവന്റെ കൂടാരത്തിൽ ജയഘോഷ യാഗങ്ങളെ അർപ്പിക്കും. ആമേൻ. നീ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നീയും ജയം ഘോഷിക്കും, നീയും അത്യുച്ചത്തിൽ ആർപ്പിടും, നീയും അത്യുച്ചത്തിൽ ദൈവത്തിനെ സ്തുതിക്കും. എവിടെ? ആമേൻ. നിന്റെ ഭവനത്തിലല്ല, നിന്റെ സ്തോത്രം നാട്ടുകാരുടെ അടുക്കലല്ല, നിന്റെ വീട്ടുകാരുടെ അടുക്കലല്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, തിരിച്ചറിയണമേ, എവിടെയാണോ സ്തോത്രം, എവിടെയാണോ സ്തോത്രം, ആമേൻ, സ്തോത്രം, നീ പരാജയപ്പെടണമെന്ന്, നീ തകർന്നു പോകണമെന്ന് ആഗ്രഹിച്ച് ചിലരുള്ളത് അവരുടെ മധ്യത്തിൽ. ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ, നീ പരാജയപ്പെടണമെന്ന്, നീ തകരണമെന്ന് ആഗ്രഹിച്ചായിരിക്കുന്നവരുടെ മധ്യത്തിൽ നിനക്ക് ജയഘോഷം നിന്റെ ജീവിതത്തിൽ, ആമേൻ, ജയത്തിന്റെ ധ്വനി ഉയർത്തുവാൻ തക്കവണ്ണം എന്റെ ദൈവം നിനക്ക് അവസരം തരും. റോഡിലല്ല, 4 പേർ കൂടുന്നിടത്തല്ല, ആരെങ്കിലും എത്തി നോക്കുന്നിടത്തല്ല. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ, സ്തോത്രം. നീ ആയിരിക്കുന്ന സ്ഥാനത്തല്ല, നിന്റെ ശത്രുവിന്റെ കൂടാരത്തിൽ, നിന്റെ ശത്രുവിന്റെ കൂടാരത്തിൽ ആവർത്തിച്ച് വിളിച്ചു പറയട്ടെ, നിനക്ക് വിരോധമായി ഗൂഢാലോചന നടത്തുന്നവരുടെ മധ്യത്തിൽ നിന്നെ തകർത്ത് കളയുവാൻ, സഹോദരി, നിന്നെ ജോലിയിൽ നിന്ന് ഓടിക്കുവാൻ പദ്ധതി ഒരുക്കുന്നവരുടെ മധ്യത്തിൽ നീ ജയഘോഷം ഇടുവാൻ സഹോദര, നിന്റെ കുടുംബത്തെ തകർത്ത് കളയുവാൻ അതേ പദ്ധതി ഒരുക്കുന്നവരുടെ ഭവനത്തിനകത്ത്, അവരുടെ മധ്യത്തിൽ നിനക്ക് വിരോധമായി കൂട്ടം കൂടുന്നവരുടെ നിന്റെ തലമുറകൾക്ക് വിരോധമായി, നിന്റെ കുടുംബത്തിന് വിരോധമായി, അവരുടെ ഭാവിക്ക് വിരോധമായി പദ്ധതികൾ ഒരുക്കുന്നവരുടെ മധ്യത്തിൽ
അവരുടെ മധ്യത്തിൽ, അവർ കൂട്ടം കൂടി ഇരിക്കുന്നതിന് മധ്യത്തിൽ, അവർ ആയിരിക്കുന്ന സ്ഥാനത്ത്, നിന്റെ ഭവനത്തിനകത്തല്ല, നിന്റെ മുറിക്കകത്തല്ല, ഏതെങ്കിലും ആശുപത്രി വാർഡിനകത്തല്ല, പോലീസ് സ്റ്റേഷനകത്തല്ല, റോഡിന്റെ വാക്കിലല്ല, നിന്റെ ശത്രു കൂട്ടം കൂടി ഇരിക്കുന്നിടത്ത്, നിന്റെ ശത്രു നിനക്ക് വിരോധമായി പദ്ധതികളെ ഒരുക്കുന്നിടത്ത്, Hallelujah. Thank you, Lord. Thank you, Jesus. Hallelujah. സ്തോത്രം. ആമേൻ. അവർ മാത്രമല്ലെന്നേ. Hallelujah. നമ്മളും ആമേൻ ജയഘോഷത്തെ ഉയർത്തും. നമ്മളും ജയഘോഷത്തെ ഉയർത്തും. പക്ഷെ അവരെ പോലെ ഏതെങ്കിലും തെരുക്കോണിൽ ആ ജയഘോഷത്തിന്റെ അലയൊലികൾ ഇല്ലാതായി തീരത്തില്ല. ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ അത് നിലവിളിയായി മാറത്തില്ല. ഏതെങ്കിലും ആശുപത്രിയിൽ അത് വേദന എടുക്കുന്ന രോദനമായി അവസാനിച്ചു പോകത്തില്ല. ദൈവം പറയുന്നു, നിന്നെ നിന്റെ ശത്രുവിന്റെ ഭവനത്തിനകത്ത് ജയം കൊള്ളുന്നവനാക്കി എൻ്റെ ദൈവം മാറ്റും. നിന്റെ ശത്രുക്കൾ കൂടിയിരിക്കുന്നിടത്ത് നിന്നെ എൻ്റെ ദൈവം ജയോത്സവമായി വഴി നടത്തും. അത് മനുഷ്യനാകട്ടെ, പിശാചാകട്ടെ, മനുഷ്യനാകട്ടെ, പിശാചാകട്ടെ, മനുഷ്യനാകട്ടെ, പിശാചാകട്ടെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അവർ ആയിരിക്കുന്ന സ്ഥാനത്ത്, അവർ ആയിരിക്കുന്ന സ്ഥാനത്ത്, നിനക്ക് വിരോധമായി നിൽക്കുന്നവർ ആയിരിക്കുന്ന സ്ഥാനത്ത്, ആമേൻ, ജയം ഘോഷിക്കുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം നിന്നോട് കൂടിയിരിക്കും. ആമേൻ. സ്തോത്രം. നിന്നോട് കൂടിയിരിക്കും. ആമേൻ. സ്തോത്രം. അവർ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നുണ്ട്, നിന്റെ ഭവനത്തിൽ നിന്ന് ഒരു നിലവിളി ഉയരും, നിന്റെ ഭവനത്തിനകത്തു നിന്ന് ഒരു കണ്ണുനീരിന്റെ അനുഭവം ഉയരും. ആമേൻ. സ്തോത്രം. ഈ സീസണൊക്കെ ശത്രുക്കൾക്ക് ആഘോഷിക്കുവാനുള്ള സമയമാണ്. എന്താണ് ആഘോഷിക്കുവാനുള്ള സമയം? ആമേൻ. സ്തോത്രം. രണ്ട് സഹോദരങ്ങൾ തമ്മിൽ, പ്രൈസർ ഫാമിലിക്കൊപ്പമായിരിക്കുന്ന ഒരു സഹോദരി മറ്റൊരു സഹോദരിയുമായി വഴക്ക് കൂടുകയുണ്ടായി. ആമേൻ. സ്തോത്രം. ഒരു സഹോദരി, പ്രൈസർ ഫാമിലിക്കൊപ്പമായിരിക്കുന്ന സഹോദരിയുടെ അയൽക്കാരിയായ സഹോദരി, സ്തോത്രം, ഈ സഹോദരിയുടെ മക്കൾക്ക് വിരോധമായി ആഭിചാരങ്ങൾ ചെയ്യുന്നു. ആമേൻ. സ്തോത്രം. രഹസ്യത്തിലല്ല, പരസ്യത്തിൽ തന്നെ ചെയ്തിട്ട് തൻ്റെ വീട്ടു നടയിൽ കൊണ്ടിടും. ആമേൻ. സ്തോത്രം. നീ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ ചെയ്യടി എന്ന് പറഞ്ഞ്, ആമേൻ. സ്തോത്രം, ആ സഹോദരി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ശക്തമായി പ്രാർത്ഥിക്കും. ആമേൻ. സ്തോത്രം. നിരന്തരമായ പ്രാർത്ഥന, നിരന്തരമായ ചെയ്ത്തും നിരന്തരമായ പ്രാർത്ഥനയും. ആമേൻ. സ്തോത്രം. അങ്ങനെ വളരെ ദിവസങ്ങൾ കഴിഞ്ഞ് ആ സഹോദരി വിഷമത്തോടെ വേറൊരു കാര്യം വിളിച്ചു പറഞ്ഞു. സഹോദരി പറഞ്ഞത് ഇങ്ങനെയാണ്: ദേവദാസനെ, ഞാൻ കരുതി നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ ആ പുള്ളിക്കാരത്തി, സ്തോത്രം, ഈ ആഭിചാരങ്ങളും ക്ഷുദ്രപ്രയോഗവും ഒക്കെ നിർത്തി, ആമേൻ, ഞങ്ങളെ വിട്ടു എന്ന്. എന്നാൽ സ്തോത്രം, ഞങ്ങൾ മീൻ വാങ്ങുന്ന സ്ഥലത്തെത്തിയപ്പോൾ അവളും ഞാനും കണ്ടു. അവൾ എന്നോടൊരു കാര്യം പറയുക: ആമേൻ, ഇപ്പൊ ഞാൻ ഇവളുടെ മക്കൾക്ക് വിരോധമായിട്ട് ഒന്നും ചെയ്യുന്നില്ല, അവനൊക്കെ കുടിച്ച് നശിച്ചോളും, ഞാൻ കണ്ടുകൊണ്ടിരുന്നാൽ മതിയെന്ന്. ആമേൻ. സ്തോത്രം. അവക്കറിയാം ആഭിചാരത്തിലും വലിയതാണ് ഇവന്റെയൊക്കെ തലയിലിരിക്കുന്നത്. ഇവനൊക്കെ കുടിക്കുന്നിടത്തോളം കാലം ആഭിചാരമൊന്നും ചെയ്യേണ്ട, കാണാൻ വേണ്ടി നിന്നാൽ മതി. അങ്ങനെ കാണാൻ വേണ്ടി നിൽക്കുന്നവരുണ്ട്. ആഘോഷ ദിനങ്ങളിൽ നിന്റെ തലമുറകൾ നശിച്ചു പോകുമെന്ന്, നിന്റെ കുടുംബം നശിച്ചു പോകുമെന്ന്, മദ്യത്തിലും മയക്കുമരുന്നിലും അവർ തീർന്നു പോകുമെന്ന്, നല്ലതൊന്നും അവരിൽ കാണുവാൻ കഴിയത്തില്ലെന്ന്, പരാജയപ്പെട്ടവരായി ഭയത്തിന് അടിപ്പെട്ടവർ ഒതുങ്ങിപ്പോകുമെന്ന് കാത്തിരിക്കുന്നവരുടെ മധ്യത്തിൽ ഈ പകലിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, അവർ ജയം ഘോഷിക്കുവാൻ അവർ ജയം ഘോഷിക്കുവാൻ പോകുക. ആമേൻ. കാത്തിരിക്കുന്നവരുടെ മധ്യത്തിൽ, തകർച്ച കാണുവാൻ കാത്തിരിക്കുന്നവരുടെ മധ്യത്തിൽ, ആ ദേശത്തിന്റെ മധ്യത്തിൽ, ആ കൂട്ടുകെട്ടുകളുടെ മധ്യത്തിൽ, ആ വ്യക്തികളുടെ മധ്യത്തിൽ, ശത്രുക്കളെന്ന് സ്തോത്രം ഉള്ളം കൊണ്ട് തിരിച്ചറിഞ്ഞ മിത്രങ്ങളെന്ന് പേരുള്ളവരുടെ മധ്യത്തിൽ. ആമേൻ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. ആമേൻ. സ്തോത്രം. ആമേൻ. ഇതൊക്കെ ഇന്ന് ആമേൻ ഒത്തിരി ദിവസങ്ങൾ പ്ലാൻ ചെയ്ത് ഒത്തിരിയായി ചേർത്ത് വെച്ച്, സ്തോത്രം, പലതും സ്തോത്രം ലോൺ എടുത്തും സ്തോത്രം കടം വാങ്ങിയും ഒക്കെ പ്രാപിച്ചെടുക്കുവാൻ ശ്രമിക്കുന്ന ഇന്നത്തെ സന്തോഷം മുഴുവൻ ദൈവത്തിന് തരുവാനായിട്ട്, ഭക്തന് തരുവാനായിട്ട് കഴിയും. ഞാൻ ചോദിച്ചു, എന്ത് വിലയാണ് അതിന് കൊടുക്കേണ്ടത്? സ്തോത്രം. ലോകത്തിന് കൊടുക്കും പോലെ പണം കൊടുക്കണമോ? ആമേൻ. പേര് കൊടുക്കണമോ? പെരുമ കൊടുക്കണമോ? ആരോഗ്യം കൊടുക്കണമോ? സമ്പത്ത് കൊടുക്കണമോ? ഒന്നും കൊടുക്കേണ്ട. വചനം പറയുന്നു, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ, മനം തിരിയുക. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. നീ ഒന്നും കൊടുക്കണ്ട. നിന്റെ പണം ദൈവത്തിന് ആവശ്യമില്ല, നിന്റെ പദവി ദൈവത്തിന് ആവശ്യമില്ല. നീ മനം തിരിയുമെങ്കിൽ ഈ ലോകത്തിന് തരുവാൻ കഴിയാത്ത സന്തോഷം അതിലും അധികമായി നിന്റെ ജീവിതത്തിൽ തരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. നീ മനം തിരിയുമെങ്കിൽ ഈ ലോകത്തിന് തരുവാൻ കഴിയാത്ത ആനന്ദം അതിലധികമായി തരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. നീ മനം തിരിയുമെങ്കിൽ ഈ ലോകത്തിന് തരുവാൻ കഴിയാത്ത സമൃദ്ധി നിന്റെ ജീവിതത്തിൽ ധാരാളമായി തരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. നമ്മെ
സമൃദ്ധിയായി നിലനിർത്തുന്ന ഒരു ദൈവം. എന്താണ് മനം തിരിയുക എന്ന് വെച്ചാൽ ആമേൻ, ലോകത്തോട് പറ്റിച്ചേർന്ന മനസ്സിനെ വലിച്ചു പറിച്ചെടുത്ത് ദൈവത്തോട് ചേർത്ത് വയ്ക്കുക. ഒരിക്കൽ കൂടി പറയട്ടെ, ലോകത്തിൽ പറ്റിച്ചേർന്നിരിക്കുന്ന ആമേൻ മനസ്സിനെ വലിച്ചു പറിച്ചെടുത്ത് ദൈവത്തിൽ ഒട്ടിച്ച് ചേർത്ത് വയ്ക്കുക. എത്ര പേർക്ക് താല്പര്യമുണ്ട്? എത്ര പേർ പറയും അതെ, ലോകത്തോടല്ല എൻ്റെ മനസ്സ് പറ്റിച്ചേർന്നിരിക്കുവാനുള്ളത്. ഞാൻ സന്തോഷത്തോടെ പറയും, ഇന്ന് എനിക്കൊപ്പമായിരിക്കുന്ന, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഒരിക്കലും ലോകത്തോട് പറ്റിച്ചേർന്നവരല്ല, നിങ്ങൾ ദൈവത്തോട് പറ്റിച്ചേർന്നവരാണ്. അതുകൊണ്ടാണ് ലോകത്തിന് നിങ്ങളെ അവകാശമാക്കുവാൻ കഴിയാത്തത്. അതുകൊണ്ടാണ് ലോകത്തിന് ഇന്ന് നിങ്ങളെ സ്വന്തമാക്കുവാൻ കഴിയാത്തത്. അതുകൊണ്ടാണ് ലോകം ഓഫർ ചെയ്തതൊന്നും നിങ്ങളെ മോഹിപ്പിക്കാത്തത്. അതുകൊണ്ടാണ് ലോകം പറഞ്ഞതൊന്നും, നല്ലതായി പറഞ്ഞതൊന്നും നല്ലതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായി കഴിയാതെ പോയത്. ആമേൻ, സ്തോത്രം. കേൾക്കണമേ, മനം തിരിയുക. ആമേൻ, ഹല്ലേലൂയ. പണം ചിലവാക്കിയല്ല, പദവി കൊണ്ടല്ല, ആർഭാടങ്ങൾ കൊണ്ടല്ല, ദൈവത്തെങ്കിലേക്ക് മനം തിരിയുമെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, ലോകം തരാത്ത സന്തോഷവും സമാധാനവും എൻ്റെ ദൈവം നിങ്ങൾക്ക് തരും. ലോകത്തിൽ നിന്ന് നിങ്ങൾക്ക് പ്രാപിച്ചെടുക്കുവാൻ കഴിയാത്തത് എൻ്റെ ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് പ്രാപിച്ചെടുക്കുവാനായിട്ട് കഴിയും. നോക്കൂ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: ഇസ്രായേലിന്റെ പരിശുദ്ധനായി യഹോവയായ കർത്താവ് ഈ പ്രകാരം അരുളി ചെയ്യുന്നു, മനം തിരിഞ്ഞ് അടങ്ങിയിരുന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. വിശ്രമിക്കുന്നതിനും ആശ്രയിക്കുന്നതിനും നിങ്ങളുടെ ബലം എങ്കിലും നിങ്ങൾക്ക് മനസ്സാകാതെ അത് വിടാം. ആമേൻ, സ്തോത്രം. മനം തിരിഞ്ഞ് അടങ്ങിയിരുന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. ഈ തലമുറയിൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. ഈ ദുഷ്ടലോകത്തിൽ നിന്ന് നിങ്ങൾ രക്ഷിക്കപ്പെടും. ഈ വഞ്ചനയും ചതിയുമുള്ള ലോകത്തിൽ നിന്ന് നിങ്ങൾ രക്ഷിക്കപ്പെടും. ആർക്കും ആരെയും കണ്ടുകൂടാത്ത, പരസ്പരം അസൂയയും കുശുമ്പും ഏഷണിയുമായി നടക്കുന്നവരുടെ മധ്യത്തിൽ നിന്ന്, വക്രത മാത്രം നിരൂപിക്കുന്നവരുടെ മധ്യത്തിൽ നിന്ന് നിശ്ചയമായും മനം തിരിയുമെങ്കിൽ, ദൈവത്തിങ്കലേക്ക് തിരിയുമെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. ആ ഭാഗത്ത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ രണ്ട് കാര്യങ്ങളെ നമുക്കവിടെ കാണുവാൻ കഴിയും. വേഗത്തിൽ അതേക്കുറിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഒന്നാമത്തെ കാര്യം മനം തിരിയുക, രണ്ടാമത്തെ കാര്യം അടങ്ങിയിരിക്കുക. അപ്പോൾ മനം തിരിയലിനെ കുറിച്ച് രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 8-ാമത്തെ അധ്യായത്തെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ അല്പമായി ധ്യാനിക്കുവാനായി പോകുന്നു. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 8-ാം അധ്യായം 47-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഒരു ആഹ്വാനം നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവരെ പിടിച്ചുകൊണ്ട് പോയിരിക്കുന്ന ദേശത്ത് വച്ച് അവർ ഉണർന്ന് മനം തിരിഞ്ഞ്, ആമേൻ, സ്തോത്രം, അവർ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന, ബാധിക്കപ്പെട്ടിരിക്കുന്ന, ആമേൻ, നമ്മിൽ പലരും തിരിച്ചറിയാത്തൊരു കാര്യമുണ്ട്. ആമേൻ, സ്തോത്രം. പലരും ഈ ലോകത്തിന്റെ ഇഷ്ടങ്ങളിലേക്ക് ഇറങ്ങിപ്പോകുന്നത് സ്വമനസ്സോടെ ഒന്നും അല്ല. ആമേൻ, സ്തോത്രം. നമ്മൾ പോലും അറിയാതെ പിശാച് നമ്മെ ബന്ധിച്ചു കൊണ്ടുപോകുന്നത്. ആമേൻ, ലോകം നമ്മെ അതിനകത്തേക്ക് പെടുത്തി കളയുന്നത്. ആമേൻ, ലോകം അവിടെ തളച്ചിടുന്നത്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിങ്ങൾ ബദ്ധരായി, ആമേൻ, ബന്ധിക്കപ്പെട്ടുകൊണ്ടുപോയ, നിങ്ങൾ പിടിക്കപ്പെട്ടുപോയ ദേശത്ത് വച്ച് നിങ്ങൾ മനം തിരിയണം. നിങ്ങൾ ബാധിക്കപ്പെട്ടായിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങളുടെ മനസ്സ് തിരിയണം. ആമേൻ, നിങ്ങൾ, ആമേൻ, ബന്ധിക്കപ്പെട്ട സ്ഥാനത്ത്, നിങ്ങൾ ഒതുക്കപ്പെട്ട സ്ഥാനത്ത്, നിങ്ങൾ മനുഷ്യനാലും പിശാചിനാലും തകർക്കപ്പെട്ട സ്ഥാനത്ത് നിങ്ങളുടെ മനം തിരിയണം. അപ്പോൾ മനം തിരിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ കുറേ കാര്യങ്ങൾ, ആമേൻ, ആനന്ദമുണ്ട്, ഉല്ലാസമുണ്ട്, ജയഘോഷമുണ്ട്, സമൃദ്ധിയുണ്ട്, സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് മനം തിരിയുന്ന ഒരു ഭക്തന്റെ ജീവിതത്തിൽ അവന് പ്രാപിച്ചെടുക്കുവാൻ കഴിയുന്നത്? രാജാക്കന്മാരുടെ പുസ്തകത്തിൽ മനോഹരമായി അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിനായി 8-ാം അധ്യായം 34-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ആമേൻ, ദൈവം മനം തിരിയുന്നവന്റെ പാപം ക്ഷമിക്കും. ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ, പാപം ക്ഷമിക്കും. ആമേൻ, ദൈവത്തിലേക്ക് നീ നോക്കിയാൽ, ദൈവത്തിങ്കിലേക്ക് നീ ചേർന്ന് നിന്നാൽ, ലോകത്തോട് പറ്റിയിരിക്കുന്ന നീ ദൈവത്തോട് പറ്റിയിരുന്നാൽ ദൈവം നിന്റെ പാപങ്ങളെ ക്ഷമിക്കും. ഇന്നലകളിൽ നിന്റെ ജീവിതത്തിൽ വന്ന പാപത്തെ ക്ഷമിക്കും. അറിഞ്ഞും അറിയാതെയും നിന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപത്തെ ദൈവം ക്ഷമിക്കും. പുറത്തു വരുവാൻ കഴിയാത്ത വിധത്തിൽ നിന്നെ ബന്ധിച്ചൊതുക്കുന്ന പാപത്തെ എൻ്റെ ദൈവം ക്ഷമിക്കും. ആമേൻ. ഈ പാപമാണ് നമ്മെയും നമ്മുടെ ദൈവത്തെയും തമ്മിൽ തെറ്റിച്ചു കളയുന്നത്. ആമേൻ. തിരിച്ചറിയണമേ, പാപമാണ് നമ്മുടെ മുഖം കാണുവാൻ കഴിയാത്ത വിധത്തിൽ ദൈവത്തിൻ്റെ മുഖം നമുക്ക് മറയ്ക്കുന്നത്. പാപമാണ് നമ്മെയും നമ്മുടെ ദൈവത്തെയും തമ്മിൽ ശത്രുക്കളാക്കി മാറ്റുന്നത്. പാപമാണ്, ആമേൻ, നല്ലത് അനുഭവിക്കേണ്ട സ്ഥാനത്ത് തിന്മയായത് അനുഭവിക്കുന്നവരാക്കി നമ്മെ
നമ്മെ മാറ്റുന്നത്. പാപത്തിൻ്റെ ശമ്പളമാണ് മരണമായി നമ്മെ പിന്തുടരുന്നത്. എവിടെ നമ്മുടെ ജീവിതത്തിൽ ഒരു പാപം കടന്നു വരുന്നുവോ ആ പാപം കണ്ണുനീരായി, നിലവിളിയായി, നിരാശയായി അടിക്കടി നമ്മുടെ പിന്നാലെ കൂടുക തന്നെ ചെയ്യും. പാപം ചെയ്ത വ്യക്തി സമാധാനമായി ജീവിക്കുവാൻ ഇടവരത്തില്ല. പാപം അവന്റെ സമാധാനത്തെ നഷ്ടപ്പെടുത്തും. എന്നാൽ കേൾക്കണമേ, ലോകം നിങ്ങളുടെ പാപത്തെ ഒരിക്കലും ക്ഷമിച്ചു തരത്തില്ല. ആമേൻ, സ്തോത്രം. ലോകം നിങ്ങളുടെ പാപത്തെ ഒരിക്കലും ക്ഷമിച്ചു തരത്തില്ല. കുലപാതകിയായി ശിക്ഷിക്കപ്പെട്ട് വീണ്ടും, ആമേൻ, സ്തോത്രം, മറ്റുള്ളവരെ ഉപദ്രവിച്ചു നടന്ന ഒരു മനുഷ്യനെ ഒരിക്കൽ ഒരു പോലീസ് ഇൻസ്പെക്ടർ, സ്തോത്രം, ഇന്റർവ്യൂ ചെയ്യുകയുണ്ടായി. ഈ അടുത്ത കാലത്താണ്. ആമേൻ. ആ പോലീസ് ഇൻസ്പെക്ടർ ചോദിച്ചതാണ്, നിങ്ങൾ ശിക്ഷ അനുഭവിച്ച ആളാണ്, കൊലക്കുറ്റത്തിന് ശിക്ഷ അനുഭവിച്ച ആളാണ്, നീണ്ട വർഷങ്ങൾ നിങ്ങൾ ജയിലിലായിരുന്നു, നല്ല നടപ്പിന് നിങ്ങൾക്ക് ശിക്ഷ ഇളവ് കിട്ടി, നിങ്ങൾ അവിടെ നിന്ന് തീരുമാനമൊക്കെ എടുത്തിറങ്ങിയതാണ്, ഇനി ഞാൻ നല്ലവനായിട്ട് ജീവിക്കും, ഞാൻ തെറ്റുകളൊന്നും ചെയ്യത്തില്ല, എൻ്റെ ശിക്ഷ എന്നെ ഒരു പാഠം പഠിപ്പിച്ചു, ഇനി ഞാൻ തെറ്റ് ചെയ്യത്തില്ല, ഇനി ഞാൻ കൊലപാതകം ചെയ്യത്തില്ല, ഇനി ഞാൻ ആരെയും വേദനിപ്പിക്കത്തില്ല. കേൾക്കണമേ, ഈ മനുഷ്യൻ ഇങ്ങനെ തീരുമാനമെടുത്തിറങ്ങിയവനാണ്. എന്നാൽ ഈ മനുഷ്യൻ പിന്നെയും തെറ്റിൻ്റെ വഴിയെ പോയി. ആ ഇൻസ്പെക്ടർ ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ ശിക്ഷിക്കപ്പെട്ടു, എൻ്റെ തെറ്റിന് ശിക്ഷ കിട്ടിയെന്ന് വിശ്വസിച്ച് ഞാൻ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. പക്ഷേ എൻ്റെ വീട്ടുകാർ എന്നെ ഒരു കൊലപാതകിയായി തന്നെ പിന്നെയും കണ്ടു. എൻ്റെ മക്കൾ ഒരു കൊലപാതകിയുടെ മകനായി, മകളായി ഞങ്ങൾക്ക് ജീവിക്കണ്ട എന്ന് പറഞ്ഞു. എൻ്റെ അമ്മയപ്പന്മാർ നിന്നെപ്പോലൊരു മകൻ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞു. എൻ്റെ സമൂഹം എന്നെ കൊലപാതകി എന്ന് എൻ്റെ മുഖത്ത് നോക്കിയും നോക്കാതെയും വിളിച്ചുകൊണ്ടേ ഇരുന്നു. ആമേൻ. എൻ്റെ പാപം ലോകം ക്ഷമിച്ചില്ല. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ലോകം നിങ്ങളുടെ പാപത്തെ ക്ഷമിക്കത്തില്ല, പക്ഷെ എൻ്റെ ദൈവം നിങ്ങളുടെ പാപത്തെ ക്ഷമിക്കും. നിങ്ങളുടെ കുറവുകളെ എൻ്റെ ദൈവം ക്ഷമിക്കും. ആമേൻ. ഒരിക്കലും ഓർത്തെടുത്ത് നിങ്ങളെ കുത്തി വേദനിപ്പിക്കത്തില്ല. നിങ്ങളുടെ എത്ര വലിയ പ്രിയപ്പെട്ടവരായിരുന്നാലും, ആമേൻ, ഒരു നിമിഷം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കുറവ് വന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊരു പക്ഷേ അതിൽ നിന്ന് പുറത്തു വന്നിരിക്കാം. ആ പാപത്തെ, അതിൻ്റെ ശിക്ഷ അനുഭവിച്ച് ഉപേക്ഷിച്ച് കളഞ്ഞിരിക്കാം. പക്ഷേ അവസരം കിട്ടുമ്പോൾ അവർ അതിനെ പുറത്തെടുത്ത് നമ്മെ കുത്തി വേദനിപ്പിക്കുവാനായി തുടങ്ങും. അവർ അത് വച്ചിട്ട് നമ്മെ, ആമേൻ, വ്രണപ്പെടുത്തുവാനായിട്ട് തുടങ്ങും. അവർ അത് വച്ചിട്ട് നമ്മുടെ സന്തോഷങ്ങളെ നഷ്ടപ്പെടുത്തുവാനായിട്ട് തുടങ്ങും. ആമേൻ. ലോകം അങ്ങനെയാണ്. എന്നാൽ മനം തിരിയുന്ന നിന്റെ പാപത്തെ ഒരിക്കലും ഓർക്കാതെ വണ്ണം മറച്ചു തരുന്ന ഒരു കർത്താവുണ്ട്. ആമേൻ. നിന്റെ പാപത്തെ ഒരിക്കലും ഓർക്കാതെ വണ്ണം, നിന്റെ പാപത്തെ ഒരിക്കലും ഓർക്കാതെ വണ്ണം എൻ്റെ യേശുവിന് നിങ്ങളുടെ പാപത്തെ ക്ഷമിക്കുവാനായിട്ട് കഴിയും. വാക്കിൽ, പ്രവൃത്തിയിൽ, ചിന്തയിൽ, നിരൂപണങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ പാപത്തെ ക്ഷമിക്കുവാനായിട്ട് കഴിയും. ആമേൻ, സ്തോത്രം. നോക്കുന്നു, സങ്കീർത്തനം 32:1 ഈ വിധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. സങ്കീർത്തനക്കാരൻ പറയുന്നു, അതേ, പാപം മറച്ചു കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാനാണ്. പാപം മറച്ചു കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാനാണ്. ആ ഭാഗ്യകരമായ അവസ്ഥ എന്താണ്? സങ്കീർത്തനം 1-ാമത്തെ സങ്കീർത്തനം 2-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ആമേൻ, സ്തോത്രം, അവൻ രാപ്പകൽ ന്യായപ്രമാണത്തെ ധ്യാനിക്കുന്നവനായിരിക്കും. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, നീ ഒരുപാട് അധ്വാനിക്കുന്നുണ്ട്, ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, ഒരുപാട് കരയുന്നുണ്ട്, അതിനൊത്തവണ്ണമുള്ളത് വരുന്നില്ലെങ്കിൽ പാപമുണ്ട്. ഏറ്റുപറയ്, ദൈവത്തിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്ക്. പാപം ക്ഷമിക്കപ്പെടുമ്പോൾ, ആമേൻ, നീ ചെയ്യുന്നതൊക്കെയും സാധിക്കും. നിന്റെ ജീവിതത്തിൽ വന്നുപോയ പാപം, ആമേൻ, ക്ഷമിക്കപ്പെടുമ്പോൾ, ലംഘനങ്ങൾ പൊറുക്കപ്പെടുമ്പോൾ, അതേ, സ്തോത്രം, ആമേൻ, നിന്റെ പ്രവർത്തികൾക്ക് ഫലമുണ്ടാകും. തക്ക കാലത്ത് ഫലം കായ്ക്കുവാനായി തുടങ്ങും. നിന്റെ അധ്വാനം പാഴായി പോകത്തില്ല. നീ അനുഭവിക്കേണ്ട നന്മ അത് മറ്റുള്ളവരുടേതായി തീരത്തേ ഇല്ല. ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ, അത് മറ്റുള്ളവരുടേതായി തീരത്തേ ഇല്ല. സ്തോത്രം. ഒരല്പം കൂടെ അതിനൊരു വിശദീകരണം ആവശ്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 3-ാമത്തെ ഉപമ. 2 മക്കളുള്ള ഒരപ്പൻ, ഒരു മകൻ, ആമേൻ, സ്തോത്രം, അവൻ അപ്പനിൽ നിന്ന് അകന്നു പോയി. അവൻ പോയത് വെറും കൈയോടെ അല്ല പോയത്. അപ്പനിൽ നിന്ന് അവൻ സന്തോഷമായി അനുഭവിക്കേണ്ടത് മുഴുവനും കൊണ്ടുപോയി. പക്ഷേ വചനം പറയുന്നു, അവൻ അപ്പനിൽ നിന്ന് അകന്നു പോയത് പാപമാണ്. കേൾക്കണമേ, അവൻ അപ്പനിൽ നിന്ന് അകന്നു പോയത് പാപമാണ്. ആ പാപത്തിന്റെ ഫലമായി അവന്റെ അപ്പൻ അവന് ചേർത്ത് വെച്ച സമ്പത്ത് അനുഭവിക്കുവാൻ അവന് കഴിഞ്ഞില്ല. അവന്റെ അപ്പൻ അവന് വേണ്ടി ഒരുക്കി വെച്ച നന്മകൾ അവന് അനുഭവിക്കുവാൻ കഴിഞ്ഞില്ല. എപ്പോഴാണ് അവനത് കഴിഞ്ഞത്? അവൻ മടങ്ങി വന്നപ്പോൾ. അപ്പാ, ഞാൻ സ്വർഗ്ഗത്തോടും നിന്നോടും പാപം ചെയ്തു. മടങ്ങി വരുന്ന പാപിയെ, നിന്നെ നീതീകരിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ വിശുദ്ധനാക്കി തീർക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്റെ അധ്വാനത്തിന് ഫലം തരുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ പിന്നെയും മകനെ, മകളെ എന്ന് ചേർത്ത് നിർത്തുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ, സ്തോത്രം. അപ്പോ കേൾക്കണമേ, മനം തിരിഞ്ഞാൽ, ആമേൻ, സ്തോത്രം, പാപം ക്ഷമിക്കപ്പെടും. ആമേൻ. വീണ്ടും അതേ വാക്യത്തിൽ തന്നെ 8-ാമത്തെ 34-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയും.
മടക്കി വരുത്തും. ആമേൻ. മനം തിരിയുന്നവനെ ദൈവം മടക്കി വരുത്തും. നീ മാനസാന്തരപ്പെട്ടാൽ നീ ഏത് അധമ പാതാളത്തിലായിരുന്നാലും എൻ്റെ ദൈവം നിന്നെ മടക്കി വരുത്തും. ആമേൻ. സ്തോത്രം. ഇന്ന് സന്തോഷത്തോടെ എനിക്ക് പറയുവാൻ കഴിയും, ഞാൻ ജീവിച്ചിരുന്ന സാഹചര്യം വെച്ചിട്ട് ഒത്തിരി പേർ എൻ്റെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞിട്ടുണ്ട്, നിനക്കൊരിക്കലും ഒരു നല്ല കാലം ഉണ്ടാകത്തില്ല, നീ ഒരിക്കലും നന്നായി ജീവിക്കത്തില്ല, നീ ഇങ്ങനെ നശിച്ച്, നീ ഇങ്ങനെ മദ്യപിച്ച്, നീ ഇങ്ങനെ ലോകപ്രകാരം നടന്ന്, നീ ഇങ്ങനെ കൂട്ടുകെട്ടി സന്തോഷവും സമാധാനവും ഇല്ലാതെ നിന്റെ കുടുംബം കഴിഞ്ഞ തലമുറയിൽ എങ്ങനെ ആയിരുന്നുവോ അതുപോലെ തന്നെ നീ അലന്ന് ഉഴലുന്നവനായി തീരും. ഈ വാക്കുകൾ ഇപ്പോഴും എൻ്റെ കാതുകൾക്കുള്ളിലുണ്ട്. നീ അലന്ന് ഉഴലുന്നവനായി തീരും. കാരണം നീ ദൈവത്തെ വിട്ട് ഓടിപ്പോയവനാണ്, നീ ദൈവത്തിൽ നിന്ന് അകന്നു പോയവനാണ്, നീ സ്തോത്രം ലോകത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ്. ലോകത്തിന് ഒരിക്കലും ഉൾക്കൊള്ളുവാൻ കഴിയത്തില്ല. എന്നാൽ കേൾക്കണമേ, ആ അധമ പാതാളത്തിൻ്റെ അവസ്ഥയിലും ദൈവത്തിങ്കലേക്ക് മനം തിരിഞ്ഞപ്പോൾ എന്നെ ചേർത്തുകൊണ്ട കർത്താവ്, എന്നെ മടക്കി വരുത്തിയ കർത്താവ്, എന്നെ സന്തോഷങ്ങളിലേക്ക് മടക്കി വരുത്തിയ കർത്താവ്, എന്നെ ആനന്ദത്തിലേക്ക് മടക്കി വരുത്തിയ കർത്താവ്, എന്നെ നന്മകളിലേക്ക് മടക്കി വരുത്തിയ കർത്താവ്, എന്നെ അനുഗ്രഹങ്ങളിലേക്ക് മടക്കി വരുത്തിയ കർത്താവ് ഇന്നും മനം തിരിയുന്നുണ്ടെങ്കിൽ നിന്നെയും ആ സന്തോഷത്തിലേക്ക് മടക്കി വരുത്തുവാൻ എൻ്റെ ദൈവം മതിയായവനാണ്, എൻ്റെ ദൈവം വിശ്വസ്തനാണ്. ആമേൻ. ലോകം പറയും ഈ അവസ്ഥയിൽ നിന്ന് നിനക്കൊരിക്കലും ഒരു തിരിച്ചുപോക്ക് ഉണ്ടാകത്തില്ല. പക്ഷെ യോന പറയും, ഏത് അടിയിലായിരുന്നാലും ഞാൻ പ്രാർത്ഥിക്കും, എൻ്റെ ദൈവം എന്നെ പിന്നെയും തിരികെ കൊണ്ടുവരും. കാരണം ആ ദൈവത്തെ എനിക്ക് നല്ലതുപോലെ അറിയാം. നീ ആയിരിക്കുന്ന ആഴത്തെ കണ്ട് ഭയപ്പെടേണ്ട, അവിടെ പ്രാർത്ഥിക്ക്, നീ എത്തേണ്ട സ്ഥാനത്ത് എൻ്റെ ദൈവം എത്തിക്കും. മനം തിരിയുവാൻ ഈ നല്ല പകലിലും എന്നെ കേൾക്കുന്ന പ്രിയരെ, മനം തിരിയുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? ആമേൻ. മടക്കി വരുത്തും. എവിടേക്ക്? ആമേൻ. പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തിലേക്ക്. എவ்விதത്തിലാണ് ദൈവം ഒരു ഭക്തനെ മടക്കി വരുത്തുന്നത്? ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ആ ഭക്തൻ അത് സാക്ഷ്യപ്പെടുത്തുകയാണ്. ആമേൻ. ഞാൻ ഒരു വടിയോടുകൂടി ഈ യോർദാൻ കടന്നുപോയി, എന്നാൽ ഇതാ ആ ഒരു വടിയുടെ സ്ഥാനത്ത് 2 വലിയ കൂട്ടത്തെ എൻ്റെ പിന്നാലെ ഒരുക്കി എന്നെ എൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് മടക്കി അയച്ച ഒരു ദൈവമുണ്ട്. നീ നഷ്ടപ്പെട്ടവനായി മടങ്ങുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. മനം തിരിയുമെങ്കിൽ എൻ്റെ ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുമെങ്കിൽ, ഇന്നലകളെ കാലുവരി എൻ്റെ ദൈവത്തോട് നീ പറ്റിച്ചേർന്ന് നിൽക്കുമെങ്കിൽ, ആ ഒരു വടിയുടെ അനുഭവം മാറും. നീ കാണുന്ന നല്ലതെന്ന് പറയുന്ന ആ ഒരു വടിയുടെ അനുഭവം മാറും. നീ കാണുന്ന ഒരു വടിയല്ല, വലിയ 2 കൂട്ടത്തെ എൻ്റെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. നീ പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് നീ പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത്, നിനക്ക് ചിന്തിക്കുവാൻ കഴിയാത്ത ചില വ്യക്തികളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, നിനക്ക് പ്രതീക്ഷിക്കുവാൻ കഴിയാത്ത സ്ഥാനത്ത്, നീ പ്രതീക്ഷിക്കാത്തയിടത്ത് ആമേൻ യേശുവിൻ നാമത്തിൽ മനം തിരിയുമെങ്കിൽ നിനക്ക് സന്തോഷത്തോടെ മടങ്ങുവാനുള്ളത് എൻ്റെ ദൈവം കരുതിയിട്ടുണ്ട്. നിന്റെ സന്തോഷം നന്മകൾ, നിന്റെ അനുഗ്രഹങ്ങൾ മടങ്ങി വരുവാൻ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ആമേൻ. സ്തോത്രം. അവിടെ നിന്ന് വലിച്ചു പറിച്ചെടുത്ത് ഏറ്റവും ഒട്ടുന്ന പശ കൊണ്ട് ആമേൻ സ്തോത്രം ദൈവത്തോട് ഒട്ടിച്ചു വെക്കണം. ആമേൻ. പറഞ്ഞു കീറിപ്പോയാലും ഇനി വിട്ടു പോകത്തില്ല എന്ന തീരുമാനത്തോടെ വേണം ഇതിനകത്തുനിന്ന് പോകാൻ. എങ്കിൽ ആമേൻ നിന്നെ നിശ്ചയമായും എൻ്റെ ദൈവം മടക്കി വരുത്തും. നോക്കൂ, അവിടെ എന്നെ ഏറെ സന്തോഷിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഈ ഒരു വടി അന്ന് പണ്ടേ ഉണ്ട് കേട്ടോ. ആരുടെ കയ്യിൽ? യാക്കോബിൻ്റെ കയ്യിൽ. ഈ വടിയും കൊണ്ട് പോകുമ്പോൾ അവൻ്റെ ബലം ഈ വടിയാണ്, അവൻ്റെ പ്രതീക്ഷ ഈ വടിയാണ്. പ്രതീക്ഷിക്കാത്ത സ്ഥാനത്തേക്കാണ് അവൻ പോകുന്നത്. പ്രതീക്ഷയ്ക്ക് നല്ലതൊന്നുമില്ലാത്ത സ്ഥാനത്തേക്കാണ് പോകുന്നത്. എവിടേക്ക്? ലാബാന്റെ ഭവനത്തിലേക്ക്. ലാബാൻ എന്ന് പറഞ്ഞാൽ ഉടായിപ്പിൽ യാക്കോബിന്റെ അപ്പനായിട്ട് വരും. അങ്ങനെയുള്ള ഒരു ഉടായിപ്പുകാരന്റെ അടുത്താണ് പോകുന്നത്. കാരണം ലാബാൻ യാക്കോബിന്റെ അമ്മയുടെ സഹോദരനാണ്. അമ്മയാണ് ആമേൻ യാക്കോബിനെ ഉടായിപ്പിന്റെ വഴിയെ നടത്തിയത്. ആമേൻ. അങ്ങനത്തെ ഒരു ആശാന്റെ അടുക്കലേക്കാണ് പോകുന്നത്. അവിടെ ആടുമാടുകളുണ്ട്, അവിടെ സമ്പത്തുണ്ട്, ആമേൻ, അവിടെ എല്ലാം ഉണ്ട്. പക്ഷേ ആമേൻ സ്തോത്രം പോകെ യാക്കോബിന് മനസ്സിലായി ഇതൊക്കെ ഉണ്ടായിരിക്കത്തേ ഉള്ളൂ, അവിടെ തന്നെ കാണും. പക്ഷേ ദൈവം ആമേൻ ആ യാക്കോബിനെ കൊണ്ട് പറയിച്ചു, ആമേൻ ഞാൻ പ്രതീക്ഷിക്കാത്ത 2 വലിയ കൂട്ടത്തിന്റെ അധിപനാക്കി. ആമേൻ സ്തോത്രം. ഞാൻ പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് നിന്ന് ലാബാന്റെ സ്തോത്രം സകല കുതന്ത്രത്തിന്റെയും പിതാവായ ലാബാന്റെ തൊഴുത്തിൽ എനിക്ക് വേണ്ടി 2 കൂട്ടത്തെ ഉണ്ടാക്കിയ ദൈവം. ചിലർ പറയുന്നുണ്ട്, ഈ സ്ഥാപനത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടുവാൻ കഴിയത്തില്ല, ഈ ജോലി ചെയ്ത് എനിക്ക് രക്ഷപ്പെടുവാൻ കഴിയത്തില്ല, ഈ കുടുംബത്തിൽ നിന്നുകൊണ്ട് എനിക്ക് അനുഗ്രഹം
അനുഗ്രഹിക്കപ്പെടുവാൻ കഴിയത്തില്ല. കേൾക്ക്, നീ ആയിരിക്കുന്ന സ്ഥാനം എത്രമാത്രം പ്രശ്നങ്ങൾ നിറഞ്ഞതായിരുന്നാലും അവിടെ നിന്നെ വർദ്ധിപ്പിക്കുവാൻ, അവിടെ നിന്നെ വലിയ കൂട്ടത്തിന്റെ അധിപതിയാക്കി മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. നീ കാണുന്നത് ഉഡായിപ്പിന്റെ ആശാന്മാരെ ആയിരിക്കാം, നീ കാണുന്നത് പറ്റിക്കൽ വീരന്മാരെ ആയിരിക്കാം, നീ കാണുന്നത് ചതിയന്മാരെ ആയിരിക്കാം, നീ കാണുന്നത് വഞ്ചകന്മാരെ ആയിരിക്കാം. എന്നാൽ കേൾക്കണമേ, അവരുടെ കയ്യിൽ പട്ടുപോകുവാൻ ഇടവരാത്ത വിധത്തിൽ എൻ്റെ ദൈവം യേശുവിൻ നാമത്തിൽ നിശ്ചയമായും നിന്റെ സ്തോത്രം വലിയ കൂട്ടമായി എൻ്റെ ദൈവം മടക്കി വരുത്തും. ആമേൻ. സ്തോത്രം. തീർന്നില്ല. ആമേൻ. സ്തോത്രം. 8-36 വാക്യത്തിൽ പറയുന്നു, വഴി തുറക്കും. ആമേൻ. സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്നത് വഴി ഉപദേശിക്കുമെന്നാണ്. എന്നാൽ മൂലഭാഷാ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും വഴി തുറക്കും. തന്നോട് പറ്റിച്ചേർന്നിരിക്കുന്നവന് വേണ്ടി ദൈവം വഴി തുറക്കും. ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്ന എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിനക്ക് വേണ്ടി എൻ്റെ ദൈവം വഴി തുറക്കും. നിനക്ക് വേണ്ടി എൻ്റെ ദൈവം വഴി തുറക്കും. ശത്രു എന്നോ അടച്ചു കളഞ്ഞ വഴിയെ ദൈവത്തോട് ചേർന്നായിരിക്കുന്ന നിനക്ക് വേണ്ടി എൻ്റെ ദൈവം തുറക്കും. ആമേൻ. ഇന്ന് ഈ ദിവസത്തെ നീ ഓർത്തു വയ്ക്ക്. അടുത്തൊരു ഓണക്കാലം നിനക്ക് മുമ്പിൽ എൻ്റെ ദൈവം തരുമെങ്കിൽ, ആമേൻ, അവൻ്റെ വരവ് താമസിക്കുമെങ്കിൽ നിനക്ക് മുമ്പിൽ തുറന്നു വരുന്ന വഴിയുടെ അനുഭവങ്ങളെ നീ നിശ്ചയമായും അനുഭവിക്കുക തന്നെ ചെയ്യും. എത്ര പേർ വിശ്വസിക്കും അടുത്ത ഓണക്കാലത്തിന് മുമ്പ് എനിക്ക് മുമ്പിൽ എൻ്റെ ദൈവം വഴി തുറന്നു തരും? ഞാൻ എൻ്റെ ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുന്നത് കൊണ്ട്, ഞാൻ എൻ്റെ ദൈവത്തോടൊപ്പം ചേർന്നായിരിക്കുന്നത് കൊണ്ട് ദൈവം എനിക്ക് വേണ്ടി വഴികളെ തുറന്നു തരും. ആമേൻ. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി വഴികളെ തുറന്നു തരും. നിനക്ക് മുൻപിൽ എൻ്റെ ദൈവം എന്നേക്കുമായി എന്നോ എപ്പോഴോ അടഞ്ഞു പോയ വഴികളെ യേശുവിൻ നാമത്തിൽ എന്നോ എപ്പോഴോ അടഞ്ഞു പോയ വഴികളെ, മനുഷ്യനും പിശാചും അടച്ചു കളഞ്ഞ വഴികളെ എൻ്റെ ദൈവം നിനക്ക് വേണ്ടി തുറന്നു തരും. ദൈവം തുറന്നു തരും. ആമേൻ. 8:37 പറയുന്നു, ക്ഷാമം മാറും, ക്ഷേമം വീട്ടിനകത്തേക്ക് വരും. ക്ഷേമത്തിന് വഴി മാറും. നീ ദൈവത്തോടൊപ്പം പറ്റിച്ചേർന്ന് നിൽക്കുമെങ്കിൽ, ആമേൻ. സ്തോത്രം. ലോകം പറയും യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവേ, നന്ദി യേശുവേ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ആ സ്തോത്രം വർഷിപ്പ് ചെയ്യുന്നതിനിടയിലും ആമേൻ സ്തോത്രം വിജി പറയുകയുണ്ടായി. ഞാൻ അറിഞ്ഞില്ല എന്താണ് സംഭവമെന്ന്, എങ്കിലും കള്ളനെന്ന് കേട്ടപ്പോൾ സന്തോഷമായി. കാരണം എൻ്റെ ദൈവം കൊള്ളക്കാരുടെ ദൈവമാണ്. ആമേൻ. ഹല്ലേലൂയ. മിസ്രയീമ്യരെ കൊള്ളയിടുവാൻ തക്കവണ്ണം ജനത്തെ നടത്തിയ കർത്താവാണ് എൻ്റെ ദൈവം. കള്ളനെന്നല്ല, വെറുമൊരു കള്ളനെന്നല്ല, കൊള്ളക്കാരൻ എന്ന് തന്നെ വിളിക്കേണ്ടിയിരിക്കുന്നു. ഒരു മടിയുമില്ല. എൻ്റെ അപ്പനപ്പന്മാരിൽ നിന്ന് പിശാച് കവർന്നെടുത്തത് ഒരു ചെല്ലി പോലുമില്ല. എന്റെ നല്ല സമയത്ത് പിശാച് കവർന്നെടുത്തത് ഒരു ചെല്ലി പോലുമില്ലാതെ ഞാൻ കൊള്ളയിടും. ആമേൻ. ഹല്ലേലൂയ. അതെന്റെ വാഗ്ദത്തമാണ്. ദൈവത്തിന്റെ കൊള്ളക്കാരനായിരിക്കുവാൻ ഞാൻ അഭിമാനിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. നന്ദി യേശുവേ. ഹല്ലേലൂയ. അതുകൊണ്ട് കള്ളൻ എന്ന് വിളിച്ച് ചെറുതാക്കരുത്. കൊള്ളക്കാരൻ എന്ന് തന്നെ വിളിക്കുക. അർദ്ധരാത്രിയിൽ പാവപ്പെട്ട വീട്ടുകാർ ഉറങ്ങിക്കിടക്കുമ്പോൾ അവരുടെ വീട്ടിനകത്ത് കടിഞ്ഞൂൽ സംഹാരകൻ അയച്ച് ജനത്തെ പറഞ്ഞു വിട്ട് ചോദിച്ച് വാങ്ങിച്ച് പുറത്തു കൊണ്ടുപോ എന്ന് പറഞ്ഞയച്ച ദൈവം. ആമേൻ. സ്തോത്രം. ആ ദൈവം എനിക്ക് വേണ്ടി, ആമേൻ സ്തോത്രം, ചിലരുടെ വഴികളെ അടയ്ക്കും. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ തുറക്കും. ആമേൻ. കൊള്ളയും ഇടും. ആമേൻ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ആമേൻ. ജാതികളുടെ സമ്പത്ത് ഭക്തനിലേക്ക് വന്നു ചേരുന്ന ഒരു കാലഘട്ടം. നീ ദൈവത്തിന്റെ ഭക്തനെങ്കിൽ ജാതികളുടെ സമ്പത്ത് നിന്നിലേക്ക് വന്നു ചേരും. നീ ഭക്തനെങ്കിൽ നിന്നിൽ നിന്ന് ശത്രു കൊള്ളയിട്ടത് നിന്നിലേക്ക് തിരികെ വരും. നീ ഭക്തനെങ്കിൽ, നീ ദൈവത്തിന്റെ പൈതലെങ്കിൽ ലോകം കൊള്ളയിട്ടത് യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. നന്ദി കർത്താവേ. ആമേൻ. സ്തോത്രം. നോക്കൂ, രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ
ആമേൻ സ്തോത്രം. ആമേൻ. മനം തിരിഞ്ഞ നവോമിക്ക് വേണ്ടി ബോബസിന്റെ വയലൊരുക്കിയ കർത്താവ്. യേശുവെന്നാമത്. ആമേൻ. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും രൂത്തിന് വേണ്ടി ബോബസ് എല്ലാം കൊടുത്തു. ആമേൻ. ഞാൻ പറയുമല്ല, നവോമിക്ക് വേണ്ടി മടങ്ങി വന്ന നവോമി വീട്ടിനകത്തിരിപ്പുണ്ട്. നവോമിക്ക് വേണ്ടി ആമേൻ കൈ നീട്ടുവാനാണ് രൂത്ത് പോയത്. രൂത്തിന് വേണ്ടിയല്ല, നവോമി എന്ന അമ്മായി അമ്മയ്ക്ക് വേണ്ടി. നവോമിയുടെ ദൈവം, മടങ്ങി വരുന്നവളുടെ ദൈവം, മടങ്ങി വരുന്നവരുടെ ദൈവം. ഇട്ടിട്ട് പോയ നീ ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വന്നാൽ, നീ വീട്ടിനകത്തിരിക്കുമ്പോൾ പുറത്തുള്ളതിനെ എൻ്റെ ദൈവം നിനക്ക് കൊണ്ടുതരും. നീ യേശുവിനാമത്തിൽ അത് ഞങ്ങൾ നല്ലതുപോലെ അനുഭവിച്ചിട്ടുള്ളതാ കൊറോണ കാലഘട്ടത്തിൽ. ആമേ. വീട്ടിനകത്ത് നിന്ന് പുറത്തിറങ്ങുവാൻ കഴിഞ്ഞിട്ടില്ല, പക്ഷെ ഇരുന്നപ്പോഴും ഞങ്ങൾക്കുള്ളത് കൊണ്ടുവന്ന ഒരു കർത്താവുണ്ട്. ആമേ. മനം തിരിഞ്ഞ നവോമിക്ക് വേണ്ടി ബോബസിന്റെ വയലിൽ ഭിക്ഷയെടുത്ത് നവോമിയെ ഊട്ടുവാൻ വേണ്ടി ഒരു രൂത്തിനെ ഒരുക്കിയ ദൈവം അനേക രൂത്തുമാരെ ഒരുക്കി ഞങ്ങളെ പോഷിപ്പിച്ചുവെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയരെ, പേര് കള്ളനെന്നോ കൊള്ളക്കാരനെന്നോ കൊലപാതകയെന്നോ എന്ത് തന്നെ ആയിരുന്നാലും ഞങ്ങൾ ഹാപ്പിയാണ്. ഞങ്ങൾ ദൈവത്തിന്റെ കൊള്ളക്കാരാണ്. പരിപാടി നിർത്തത്തില്ല. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. യേശുവിൻ നാമത്തിൽ 8-37 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, വെട്ടുകിളിയിൽ നിന്നും തുള്ളനിൽ നിന്നും അവൻ വിടുവിക്കും. വെട്ടുകിളിയും തുള്ളനും തിന്നു കളഞ്ഞ സംവത്സരങ്ങൾക്ക് യോവേൽ പ്രവാചകൻ പറയുന്നു, ആമേൻ, അവൻ പകരം നൽകും. പകരം നൽകും. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നലകളിൽ നഷ്ടപ്പെട്ടു പോയ ആ സംവത്സരങ്ങൾക്ക്, ആ നല്ല നാളുകൾക്ക്, ആ നല്ല സമയത്തിന്, ആ നല്ല സന്തോഷത്തിന്, ആ നല്ല അനുഭവത്തിന് എൻ്റെ ദൈവം പകരം നൽകും. വെട്ടുകിളിയും തുള്ളനും, വെട്ടുകിളിയും തുള്ളനും. ഓ റീതാരാധന ശഖ ശാന്താരകന യേശുവിൻ നാമത്തിൽ തിന്നു കളഞ്ഞിട്ടുണ്ടെങ്കിൽ മനം തിരിഞ്ഞ നിനക്കത് ദൈവം പകരം തരും. ആമേൻ. സ്തോത്രം. വെട്ടുകിളിയും തുള്ളനും തിന്നു കളഞ്ഞവനാ. ആമേൻ. സ്തോത്രം. ഒരു സമയത്ത് ജീവിതം മുഴുവൻ നശിച്ചു പോയെന്ന്, ഒരു വിവാഹം കഴിയുമ്പോൾ എല്ലാം ശരിയാവുമെന്ന് കരുതി, എന്നിട്ടും ഒന്നും ശരിയാകാതെ എല്ലാം നശിച്ചു, എല്ലാം തീർന്നു, എല്ലാം അവസാനിച്ചു എന്ന് ചിന്തിച്ച സ്ഥാനത്ത് എൻ്റെ ദൈവത്തെങ്കിലേക്ക് നോക്കി എൻ്റെ ദൈവത്തോടൊപ്പം നിന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് വർഷങ്ങൾ വെട്ടുകിളിയും തുള്ളനും ചേർന്ന്, മനുഷ്യനും പിശാചും ചേർന്ന്, എൻ്റെ മോശം സ്വഭാവം ചേർന്ന് നശിപ്പിച്ചു കളഞ്ഞതിന് ഒരു തരി പോലും ബാക്കി വെക്കാതെ തിരികെ തന്ന് നിർത്തിയ ഒരു കർത്താവ്. തിന്നുപോയതിനെ, വെട്ടുകിളിയും തുള്ളനും തിന്നുപോയതിനെ നിന്റെ നല്ല സമയത്തെ ദൈവം തിരികെ തരും. നിന്റെ ശുശ്രൂഷയെ ദൈവം തിരികെ തരും. നിന്റെ ആത്മീയ ജീവിതത്തെ ദൈവം തിരികെ തരും. നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ ദൈവം തിരികെ തരും. നിന്റെ യൗവനത്തെ, നിന്റെ തലമുറകളുടെ ഭാവിയെ എന്റെ ദൈവം തിരികെ തരും. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവേ, എൻ്റെ ദൈവം തിരികെ തരും. എൻ്റെ ദൈവം തിരികെ തരും. എൻ്റെ ദൈവം തിരികെ തരും. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഒരിക്കൽ കൂടി സ്തോത്രം. അവൻ ആവർത്തിച്ചു പറയട്ടെ, ഞാൻ കണ്ടത് രാവിലെ നിങ്ങളെല്ലാം കണ്ടിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ്. നമ്മളിങ്ങനെ വണ്ടിയിൽ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുമ്പോൾ പുറത്ത് നിന്ന് നോക്കുന്ന ചില കുഴിഞ്ഞ കണ്ണുകൾ. ഓ സ്തോത്രം. അവരുടെ ഭാവം എന്താ? ഓ മണ്ടന്മാർ പോണ്, ഇന്ന് നല്ലൊരു ദിവസമായിട്ട് ആനന്ദിക്കാതെ, ഇന്ന് നല്ലൊരു ദിവസമായിട്ട് സന്തോഷിക്കാതെ. അവനൊന്നും അറിയത്തില്ല നമ്മൾ അനുഭവിക്കുന്ന ആനന്ദം എന്താണെന്ന്. ആമേൻ. ഹല്ലേലൂയ. അവന് നല്ലൊരു ആഹാരം കഴിക്കണമെങ്കിൽ, ആമേൻ സ്തോത്രം, അവന് നല്ലൊരു ആഹാരം കഴിച്ച് സന്തോഷിക്കണമെങ്കിൽ അവനൊരു ഓണം വരണം. ഞങ്ങൾക്ക് ദൈവത്തെ അറിഞ്ഞ അന്ന് മുതൽ എന്നും ഓണം തന്നെയാ. തിന്നാതിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. തിന്നാനുണ്ടെങ്കിൽ ആഹാരം വരുന്ന വഴി പോലും അറിയത്തില്ല. ആമേൻ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തിന്നാനിരിക്കുമെങ്കിൽ ആഹാരം വരുന്ന വഴി പോലും അറിയാതെ നമുക്ക് തരുന്ന ഒരു കർത്താവുണ്ട്. ആമേൻ സ്തോത്രം. വാ അടച്ചൊക്കെ ഇരിക്കും. ആമേൻ സ്തോത്രം. നേരത്തെയൊക്കെ സ്തോത്രം ഉപവാസ പ്രാർത്ഥനയ്ക്ക് ജിത്തുവിൻ്റെ വീട്ടിൽ പോകുമ്പോൾ അവിടെ ബേബി ആൻറ്റിയും ആമേൻ ബിന്ദു ശുശ്രൂഷയൊക്കെ പരാതി പറയുന്നതാ, വയറുവൊക്കെ കഴിക്കണം, നല്ലതുപോലെ ആഹാരം കഴിക്കണം. പക്ഷേ നമ്മളതിങ്ങനെ കൺട്രോൾ ചെയ്ത് എന്നാൽ ഒരു 6 മാസം കൊണ്ട് ആ കൺട്രോൾ എല്ലാം പോയി. ആമേൻ. ഒരു സഹോദരിയും സഹോദരനും 2 മക്കളും കൂടെ അവർ പാഴ്സലായിട്ട് കൊണ്ടുവന്ന് പാഴാക്കുവാൻ കളയാത്ത വിധത്തിൽ തരിക. ഇന്ന് ഓണത്തിന് ആർക്ക് കിട്ടുന്നതിലും ഏറ്റവും വലിയ സമൃദ്ധിയാ. ഞങ്ങൾക്ക് സ്വപ്നം കാണുവാൻ കഴിയാത്ത സമൃദ്ധിയാ. അതും മോഷ്ടിച്ചത് തന്നെയാ ദൈവത്തിന്റെ നാമത്തിൽ. ആമേൻ. ഹല്ലേലൂയ. അതും കൊള്ളയിട്ടത് തന്നെയാ ദൈവത്തിന്റെ നാമത്തിൽ. ആമേൻ. തിന്ന് തൃപ്തി വരും വിധത്തിൽ തരുവാൻ കഴിവുള്ള ഒരു അവനൊന്നും അറിയത്തില്ലെന്നേ. ആമേൻ. വെളിയിൽ നിൽക്കുന്നവൻ അറിയത്തില്ല.
അറിയത്തില്ല. വെളിയിൽ നിൽക്കുന്നവൻ വിചാരിക്കുന്നു നമ്മളിതാ പോകുന്നു, ആമേൻ സ്തോത്രം. ഒരാളിനെ കാണുന്നു, കത്തി കഴുത്തിൽ വയ്ക്കുന്നു, ഭീഷണിപ്പെടുക്കുന്നു, ഊരടാ മാല, ഊരടി കമ്മൽ എന്ന് പറഞ്ഞ്, ആമേൻ അവർക്കറിയത്തില്ല. ആമേൻ ദൈവ പൈതൽ വേണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മാലയും കമ്മലുമല്ല, ഈ ലോകത്തെ മുഴുവൻ കൊണ്ടുവന്ന് കൊടുക്കുവാൻ കഴിവുള്ള ഒരു ദൈവം അവനുണ്ടെന്ന് ആ പിള്ളേർക്ക് അറിയത്തില്ല, പറയുന്നവർക്ക് അറിയത്തില്ലെന്ന്. പ്രാർത്ഥിച്ചു നോക്ക്, ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചു നോക്ക്. താമസമില്ല, നിന്നെയും കള്ളനെന്ന് ലോകം വിളിക്കും. ആമേൻ ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്ക്, നിന്നെയും കൊള്ളക്കാരനെന്ന് ലോകം വിളിക്കും. ഓ റീധാര ശഖാരദരെ ശന്ധാരകന തീബൽ ബൗഡ ശന്ധോർഗന യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ആ നഷ്ടപ്പെട്ടതിന് പകരം നൽകുന്ന ഒരു ദൈവം എപ്പോഴാ? മനം തിരിയുമ്പോൾ. ആമേൻ സ്തോത്രം. മനം തിരിയുമ്പോൾ. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയരെ, അവിടെ നിന്ന് വലിച്ചു പറിച്ചെടുക്കണം. ആമേൻ. എന്നിട്ട് ദൈവത്തിൽ ഒട്ടിച്ചു വയ്ക്കണം. സന്തോഷം വന്നാലും ദുഃഖം വന്നാലും സങ്കടം വന്നാലും നിരാശ വന്നാലും വേദന വന്നാലും ഈ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതാ. ആമേൻ. ഏത് കഷ്ടതയിലും ഏത് ശോധനയിലും ഏത് സന്തോഷത്തിലും ഏത് ആനന്ദത്തിലും ചേർന്ന് നിൽക്കണം. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. ആ ചേർന്ന് നിന്നവർ നഷ്ടപ്പെട്ടു പോയെന്ന് ഒരിക്കലും അവരെക്കുറിച്ച് ലോകം പറയത്തില്ല. ആമേൻ ഹല്ലേലൂയ. അവർ ചേർന്ന് നിൽക്കുന്ന കാലം ആരും കാണത്തില്ല. ആമേൻ സ്തോത്രം. ഇന്നൊരു പക്ഷേ നന്നായി ഞങ്ങൾ ഇരിക്കുമ്പോൾ ഞങ്ങളെ കാണുന്ന പലർക്കും പലതും തോന്നാം. പക്ഷേ ഞങ്ങൾ കരഞ്ഞ രാത്രികളൊന്നും നിങ്ങളുടെ അടുത്ത് ഞങ്ങൾക്ക് വിവരിക്കേണ്ട കാര്യമില്ല. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഞങ്ങൾ നിലവിളിച്ച നിലവിളിയുടെ ശബ്ദം നിങ്ങളിലേക്ക് എത്തത്തില്ല. ഞങ്ങൾ എന്തുമാത്രം മരണപ്രാളപ്പെട്ടു, എന്തുമാത്രം അപമാനിക്കപ്പെട്ടു, എന്തുമാത്രം നിന്ദിക്കപ്പെട്ടു, എന്തുമാത്രം ഉപദ്രവിക്കപ്പെട്ടു എന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുവാൻ കഴിയത്തില്ല. അത്രമാത്രം കരഞ്ഞിട്ടുണ്ട്, അത്രമാത്രം നിലവിളിച്ചിട്ടുണ്ട്, അത്രമാത്രം അപമാനിക്കപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളുടെ കുഞ്ഞുമോൻ ഒരു 10 രൂപയുടെ ബിസ്ക്കറ്റ് പോലും വാങ്ങിക്കൊടുക്കുവാൻ കഴിയാതെ ബാങ്കിലുള്ള ജോലിയും രാജിവെച്ചിട്ട് വീട്ടിനകത്തിരുന്ന് രാത്രി മുഴുവൻ കരഞ്ഞിട്ടുണ്ട്. ആമേൻ ഹല്ലേലൂയ. ആ കരച്ചിൽ നിങ്ങളുടെ കണ്ണിൽ നിന്ന് വരത്തില്ല. ആമേൻ. അത് ഞങ്ങൾ കരഞ്ഞ കരച്ചില്ല. ഒരു രാത്രി മുഴുവൻ ഒരു അപ്പനും അമ്മയും സുഖമില്ലാത്ത ഒരു കുഞ്ഞിനെ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുവാൻ അഡ്മിഷൻ ഫീസ് കൊടുക്കുവാനില്ലാതെ രാത്രി മുഴുവനും കരഞ്ഞ കരച്ചിലുണ്ട്. ആ കരച്ചിൽ ആർക്കും മനസ്സിലാകത്തില്ല. അവൻ ആ കരച്ചിൽ ആരും കണ്ടിട്ടില്ല. അന്ന് കരഞ്ഞതുകൊണ്ടാണ് ഇന്ന് സന്തോഷത്തോടെ നിൽക്കുവാൻ കഴിയുന്നത്. കരഞ്ഞിട്ടുണ്ടെങ്കിൽ സന്തോഷത്തോടെ നിൽക്കും. കാരണം ഞങ്ങൾ കരഞ്ഞത് ഞങ്ങളുടെ ദൈവത്തിൻ്റെ മുൻപിലാണ്. ഞങ്ങൾ നിലവിളിച്ചത് ഞങ്ങളുടെ ദൈവത്തിൻ്റെ മുമ്പിലാണ്. ഞങ്ങൾ വിശ്വസ്തത കാണിച്ചത് ഞങ്ങളുടെ ദൈവത്തിൻ്റെ മുമ്പിലാണ്. ഞങ്ങൾ പലത് വിട്ടുകളഞ്ഞിട്ട് ഇറങ്ങി തിരിച്ചത് ഞങ്ങൾ ദൈവത്തിന്റെ മുമ്പിലാണ്. ഉപദ്രവിച്ചവരുടെയും പരിഹസിച്ചവരുടെയും കളിയാക്കിയവരുടെയും ഇന്നും തുടരുന്ന അപമാനത്തിന് മുമ്പിലും വേറൊന്നും നോക്കാതെ ഞങ്ങൾ ചേർന്ന് നിൽക്കുന്നത് ഞങ്ങൾ ദൈവത്തിന്റെ മുൻപിലാണ്. ഹല്ലേലൂയ. ആ രാത്രികളെ എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇന്നായിരിക്കുന്ന പളപളപ്പിനെയും എക്സ്പ്ലെയിൻ ചെയ്തു തരുവാൻ കഴിയത്തില്ല. ആമേൻ സ്തോത്ര. സംശയമുള്ളവർ പ്രാർത്ഥിച്ചു നോക്കുക. ദൈവം നിങ്ങളെയും വേഗത്തിൽ കള്ളന്മാരാക്കി മാറ്റട്ടെ. ആമേൻ. വേഗത്തിൽ രണ്ടാമത്തെ കാര്യം കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ആമേൻ. 2 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം എന്താ? മനം തിരിയുക. രണ്ടാമത്തെ കാര്യം എന്താ? അടങ്ങിയിരിക്കുക, അടങ്ങുക. ദൈവത്തിന്റെ സന്നിധിയിൽ അടങ്ങുക. അടങ്ങിയാൽ എന്ത് സംഭവിക്കും? നോക്കൂ, മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 39-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. യേശു കാറ്റിനെ ശാസിച്ചു. ആമേൻ സ്തോത്ര. അപ്പോൾ കടല് അടങ്ങി. ആമേൻ. ശ്രദ്ധിക്കണമേ, യേശു കാറ്റിനെ ശാസിച്ചു, അപ്പോൾ കടല് അടങ്ങി. അപ്പോൾ ഈ കടലിൻ്റെ ഒരു വെപ്രാളം എന്തായിരുന്നു? ഞാൻ അടങ്ങൂല, ഇവനെയൊക്കെ ഞാൻ വിടത്തില്ല. ഇതിങ്ങനെ വെപ്രാളപ്പെട്ടുകൊണ്ടിരുന്നു. പക്ഷേ യേശുവിൻ്റെ വാക്ക് കേട്ടപ്പോൾ കടലങ്ങ് അടങ്ങി കൊടുത്തു. ആമേൻ സ്തോത്ര. നമ്മൾ പലപ്പോഴും യേശുവിൻ്റെ വാക്ക് കേൾക്കുകയാണ്, പക്ഷേ അടങ്ങുന്നില്ല. അടങ്ങിയാൽ, ആമേൻ, അടങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു? ആമേൻ, ആ പടക് എത്തേണ്ട സ്ഥാനത്തെത്തി. നീ അടങ്ങുമെങ്കിൽ നിന്നിലൂടെ ഒത്തിരി ജീവിതങ്ങൾ കരപറ്റും. ആമേൻ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ഇളകി ആടാതെ അടങ്ങുമെങ്കിൽ, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്ന് അടങ്ങുമെങ്കിൽ, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്ന് കീഴ്പ്പെടുമെങ്കിൽ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ, നിന്നെ തന്നെ ഒന്ന് താഴ്ത്തി കൊടുക്കുമെങ്കിൽ, നീ കാണുന്ന ഒത്തിരി ജീവിതങ്ങൾ മുങ്ങിപ്പോകാതെ മറുകര പറ്റും. നിന്നിലൂടെ നിന്റെ തലമുറകൾ മറുകര പറ്റും. നിന്നിലൂടെ നിന്റെ കുടുംബം മറുകര പറ്റും. നിന്നിലൂടെ നിന്റെ ദേശം മറുകര പറ്റും. നിന്നിലൂടെ കുടുംബത്തിലുള്ള അനേകർ രക്ഷിക്കപ്പെടും. നിന്നിലൂടെ ഇന്ന് പകലും ഒന്ന് അടങ്ങി ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് കീഴ്പ്പെടുവാൻ തയ്യാറാണോ? മനുഷ്യന് മുമ്പിലല്ല, ദൈവത്തിന്റെ മുമ്പിൽ, ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് കീഴ്പ്പെടുവാൻ തയ്യാറാണോ? യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ആമേൻ. ഒരു വാക്ക് കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഈ സ്തോത്രം പകലിൽ കർത്താവ് ചിലരോട് പറയുക, ചിലരെയൊക്കെ അടക്കി, ചിലരിനെയൊക്കെ അടക്കി നിന്നെ എത്തേണ്ട സ്ഥാനത്ത് എൻ്റെ കർത്താവ് എത്തിക്കും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ആമേൻ ഹല്ലേലൂയ.
ഇന്ന് കർത്താവ് ചിലതിനെയൊക്കെ അടക്കും, അടങ്ങാത്ത ചിലതിനെയൊക്കെ അടക്കും, കീഴ്പ്പെടാത്ത ചിലരെയൊക്കെ കീഴ്പ്പെടുത്തും. ഓ റീധാര ഷഖ, നീ പറഞ്ഞാൽ കേൾക്കാത്ത ചിലരൊക്കെ യേശുവിൻ്റെ വാക്ക് കേൾക്കും. നീ തുഴഞ്ഞിട്ടും പിടിതരാത്ത ചില കടലൊക്കെ ശാന്തമാകും. യേശുവിൻ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവ് ചിലതിനെ അടക്കുവാൻ പോകുക. നീ എത്തേണ്ട സ്ഥാനത്തെത്തുവാൻ, നീ എത്തേണ്ട ലക്ഷ്യം പ്രാപിച്ചെടുക്കുവാൻ, നീ ആഗ്രഹിക്കുന്നതിൻ്റെ തൊഴിൽ മേഖലയിൽ നിന്ന് പ്രാപിച്ചെടുക്കുവാൻ, നീ ആഗ്രഹിക്കുന്നതിൻ്റെ കുടുംബത്തിൽ നിന്ന് പ്രാപിച്ചെടുക്കുവാൻ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ഒരുമിച്ച് നല്ല കർത്താവിനെ സ്തുതിച്ചാട്ടെ. നീ പ്രാപിക്കേണ്ടത് യെസ് യേശുവിൻ നാമത്തിൽ രാധിയ ഷഖ ഹൃദയ ശന്താരകന ദീപൽ ബൗഡ ശന്തൂർഗന യേശുവിൻ നാമത്തിൽ. അപ്പോൾ ചിലതിനെയൊക്കെ അടക്കി, ചില പ്രശ്നങ്ങളെ അടക്കി, ചില പ്രതികൂലങ്ങളെ അടക്കി ഈ പ്രിയപ്പെട്ടവരെ അങ്ങ് എത്തേണ്ട സ്ഥാനത്ത് എത്തിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ. ആ തൊഴിലിടത്തിൽ വെല്ലുവിളി ഉയർത്തുന്ന ചിലരെയൊക്കെ അടക്കി. കുടുംബജീവിതത്തിനകത്ത് വെല്ലുവിളി ഉയരുന്ന ചിലതിനെയൊക്കെ അടക്കി, ആ ഭർത്താവിനെ ഒന്ന് അടക്കി, ഭാര്യയെ ഒന്ന് അടക്കി, മക്കളെ ഒന്ന് അടക്കി, അവരുടെ ജീവിതത്തെ അങ്ങ് എത്തിക്കേണ്ട സ്ഥാനത്ത് എത്തിക്കുന്ന കൃപയ്ക്കായി, അങ്ങ് ചിലരെ സന്ദർശിക്കുന്ന കൃപയ്ക്കായി. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവ് ഇന്ന് ചിലരെ സന്ദർശിക്കുക. ചില സാഹചര്യങ്ങളെ, നിനക്ക് പിടിതരാത്ത, നിനക്ക് കീഴ്പ്പെടാത്ത ചില സാഹചര്യങ്ങളെ കർത്താവ് ഇന്ന് കീഴ്പ്പെടുത്തുക. ഓ റാധാന ഷഖ ഹൃദയ ശന്താരകന ദീപൽ ബൗഡ ശന്തൂർഗന യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി യേശുവേ, നന്ദി കർത്താവേ. യേശുവേ, ഇന്ന് കർത്താവേ ഈ പ്രിയപ്പെട്ടവർ മനം തിരിഞ്ഞ് അങ്ങയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ ലോകം കർത്താവെ പ്രതീക്ഷിക്കുന്നതിലപ്പുറമായ ആനന്ദവും സന്തോഷവും ജയഘോഷവും സമൃദ്ധിയും ഈ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ നൽകിയങ്ങ് മാനിച്ചാട്ടെ കർത്താവേ. ഈ നല്ല പ്രഭാതം ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ അനുഭവമായി മാറട്ടെ. അപ്പോൾ ആ ലോകത്തിൻ്റെ പല ഭാഗങ്ങൾ ലൈവിൽ ഞങ്ങൾ വീക്ഷിച്ചായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ലോകം പ്രതീക്ഷിക്കുന്നത് ഇവർ അങ്ങിലൂടെ ഇന്ന് പ്രാപിച്ചെടുക്കുന്ന, നിത്യമായത് നിലനിൽക്കുന്നത് പ്രാപിച്ചെടുക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദിവസമായി മാറട്ടെ. ഈ നല്ല ഞായറാഴ്ച ഈ പ്രിയപ്പെട്ടവരെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പാ, ഇവർ അനുഗ്രഹമായി തീരട്ടെ. പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.